गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। गुरवे सर्वलोकानां विषये भवरोगिणां विदये सर्वविद्यानां दक्षिणामूर्तये नमः। श्री गुरुचरणारविन्दाभ्यां नमः। ध्यायेत् पद्मासनस्तां विकसितवदनां पद्मपत्रायदाक्षीं हेमाभां पीतवस्त्रां करगलिदलसद्धेम पद्माम्बराङ्गीं सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानी श्रीविद्यां शान्तमूर्तिं सकलसुरमुदां സർവസമ്പത്പ്രദാത്രീ. ആടിച്ചോർ മഹോത്സവത്തോടനുബന്ധിച്ച് കല്ലറവിടം ദേവീക്ഷേത്രത്തിൽ നടന്നു വരുന്ന ലളിതാ സഹസ്ര നവഹായുക്യത്തിന്റെ 8ാമത്തെ ദിവസമായ ഇന്ന് ഐഗിരിവാസ്യ സംവാദമായി പറഞ്ഞിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിൽ 760 വരെയുള്ള പദങ്ങൾ നമ്മൾ ഇന്നലെ വരെ നോക്കി. ത്രിവർഗദാത്രേ നമഃ, ധർമാർത്ഥ കാമങ്ങളെ നൽകുന്നവൾ ദേവി. ആരാണോ മോക്ഷം ഇച്ഛിക്കാതെ സകാമമായി ഭക്തി കാണിക്കുന്നുവോ അവർക്ക് ധർമ്മം, അർത്ഥം, കാമം എന്ന 3 നൽകുന്നവൾ. നിഷ്കാമ ഭക്തന്മാർക്ക് മോക്ഷത്തെ നൽകുന്നവൾ അർത്ഥം. സുഭഗായി നമഃ, സൗഭാഗ്യവതിയായ ദേവിക്ക് നമസ്കാരം. ഭഗശബ്ദത്തിന് 6 വിധമായ ഗുണങ്ങൾ: ശ്രീ, ഐശ്വര്യം, മാഹാത്മ്യം, വീര്യം, യത്നം, കീർത്തി എന്നൊക്കെ അർത്ഥമുണ്ട്. ത്രയംബകായി നമഃ, ത്രയംബകൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. 3 കണ്ണുള്ളവൻ അർത്ഥം. ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ, ഒരു കണ്ണ് അഗ്നി. അതാണ് 3 കണ്ണുകൾ. ആ ത്രയംബകന്റെ ശക്തി ആയതുകൊണ്ട് ത്രയംബകൈ, ത്രയംബകായ നമഃ. ത്രിഗുണാത്മികായ നമഃ, സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങൾ ചേർന്നതാണ് മായ. ആ മായാ സ്വരൂപിണിയായി ഇരിക്കുന്നതാണ് നമ്മൾ ആരാധിക്കുന്ന എല്ലാ ദൈവീയ സ്വരൂപങ്ങളും ദേവതാ സ്വരൂപങ്ങളും. സ്വർഗാപവർഗതായ നമഃ, സ്വർഗവും മോക്ഷവും നൽകുന്ന ദേവിക്ക് നമസ്കാരം. സ്വർഗം എന്ന് പറഞ്ഞാൽ സത്സംസർഗ സ്വർഗ. ഈശ്വരാരാധന ചെയ്യുന്നത് കൊണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നത്, തൊഴുന്നുകൊണ്ട് നല്ല ആളുകളുമായിട്ടുള്ള സംസർഗം ഉണ്ടാകും, സത്സംസർഗം ഉണ്ടാകും. ആ സത്സംസർഗമാണ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നതും നല്ലത് ചിന്തിപ്പിക്കുന്നതും താല്പര്യം. അതാണ് സ്വർഗം. മോക്ഷവും നൽകുന്നവൾ ദേവി. ശ്രദ്ധായേ നമഃ, ശുദ്ധായേ നമഃ, ശുദ്ധയായ ദേവിക്ക് നമസ്കാരം. അവിദ്യാസ്പർശമില്ലാത്തതിനാണ് ശുദ്ധം. ശുദ്ധവിദ്യ എന്ന് പറഞ്ഞാൽ അവിദ്യാസ്പർശമില്ലാത്തത്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ അല്ലാത്തതല്ല അവിദ്യ. വിദ്യ എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്നുള്ള വിദ്യ. ഇത്രയേ ഉള്ളൂ. ജപാപുഷ്പ നിവാകൃത്യേ നമഃ, ചെമ്പരത്തിപ്പൂവിന്റെ ശോഭയുള്ള ദേവിക്ക് നമസ്കാരം. അതൊരു വർണ്ണന. ഓജോപത്യേ നമഃ, ഓജസ്വിനിയായ ദേവി. മനുഷ്യനിൽ പ്രാണശക്തി ആയിരിക്കുന്നത് ഈശ്വരനാണ്, അതാണ് ഓജസ്. ദുരിതരായേ നമഃ, പ്രഭയുക്ത ദേവിക്ക് നമസ്കാരം. പ്രഭ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, അതിന്റെ മഹത്വം, വീര്യം എന്നർത്ഥം. യജ്ഞരൂപായ നമഃ, യജ്ഞരൂപിണിയായ ദേവിക്ക് നമസ്കാരം. യജ്ഞപുരുഷനാണ് ഈശ്വരൻ, യജ്ഞമാണ് പ്രപഞ്ചത്തിന് ആധാരം എന്ന് ഭഗവത്ഗീതയിൽ വർണ്ണിക്കുന്നുണ്ട്. യജ്ഞം എന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷത്തെ കൊടുക്കുന്ന എല്ലാം യജ്ഞം. യജ്ഞരൂപായ നമഃ, പ്രിയവ്രതായ നമഃ, വ്രതങ്ങളിൽ പ്രിയമുള്ളവൾ. വ്രതം എന്ന് പറഞ്ഞാൽ നിഷ്ഠയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നത്, അതാണ് വ്രതം. ശിവരാത്രി വ്രതം, ഏകാദശി വ്രതം, ധാരാളം വ്രതങ്ങളുണ്ട്. ദുരാരാധ്യേ നമഃ, ആരാധിക്കാൻ വിഷമമുള്ളവൾ ദേവി. ആരാധിക്കാൻ വിഷമം ആർക്കാണ്? ജിതേന്ദ്രിയന്മാരല്ലാത്തവർക്ക് ആരാധിക്കാൻ വിഷമം. ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് ആ വിഷയസുഖങ്ങളിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ബ്രഹ്മസ്വരൂപം എന്നർത്ഥം. അതുകൊണ്ടാണ് ദുരാരാധ്യായ നമഃ എന്ന് പറഞ്ഞത്. ദുരാദർശായ നമഃ, ആർക്കും ജയിച്ച് കീഴ്പ്പെടുത്താനാവാത്ത ദേവി എന്ന് പറഞ്ഞാൽ ഈശ്വര ശക്തിക്ക് മേലൊരു ശക്തി ഉണ്ടെങ്കിൽ അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഒന്നേ ഉള്ളൂ, അതിന്റെ മുകളിൽ ശക്തിയില്ല. പാടലി കുസുമപ്രിയായ നമഃ, പാടലി പുഷ്പം ഇഷ്ടപ്പെടുന്ന ദേവിക്ക് നമസ്കാരം. ചുവപ്പും വെളുപ്പും നിറമുള്ള ഒരു പുഷ്പമാണ് പാടലി പുഷ്പം. ശിവന് വില്വം കോവളം എങ്ങനെയോ അതുപോലെ പാർവതിക്ക് ഈ പാടലി പുഷ്പം പ്രിയമാണ്. മഹത്യേ നമഃ, എല്ലാത്തിനും മഹത്തായ ദേവിക്ക് നമസ്കാരം. മേരുനിലയായ നമഃ, മേരു പർവ്വതത്തിൽ വസിക്കുന്നവൾ. സുമേരു പർവ്വതം ഹിമാലയത്തിലെ കൊടുമുടി എന്നുള്ള അർത്ഥത്തിലെടുക്കും.
ശരിക്കും നമ്മൾ ആത്മീയമായ അർത്ഥം സുമേരു എന്ന് പറഞ്ഞാൽ സുഷുമ്നാ നാഡി, അതിലെ 7ാമത്തെ ആധാരമായ സഹസ്രാരത്തിൽ വസിക്കുന്നവൾ. മന്ദാര പുഷ്പപ്രിയായി നമഃ. മന്ദാരപ്പൂ ഇഷ്ടപ്പെടുന്ന ദേവിക്ക് നമസ്കാരം. മന്ദാര പുഷ്പത്തിൽ പ്രിയമുള്ളവൾ എന്നർത്ഥം. വീരാരാധ്യായ നമഃ. വീരന്മാരാൽ ആരാധിക്കപ്പെട്ടവൾ. വീരൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ശക്തിയുള്ളവെന്നോ ധൈര്യമുള്ളവെന്നോ എന്നുള്ള അർത്ഥമല്ല. ആരാണോ കാമക്രോധ ലോപമോഹ മത മാത്സര്യാദികളെ മറികടക്കുന്നത് അവൻ വീരൻ എന്നർത്ഥം. വിരാട് രൂപായ നമഃ. പ്രപഞ്ച രൂപത്തിൽ വർത്തിക്കുന്നവൻ ദേവി. വിശ്വരൂപ, എങ്ങും നിറഞ്ഞിരിക്കുന്നത് ഈശ്വര സ്വരൂപം. വിരജായി നമഃ. രജസില്ലാത്ത ദേവിക്ക് നമസ്കാരം. ദേവിയിൽ രജോഗുണം മാലിന്യം ഇതൊന്നും ഇല്ല എന്നർത്ഥം. രജോഗുണം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ദേഷ്യം, പ്രതികാര ബുദ്ധി, വൈരാഗ്യം ഇതെല്ലാം ഉണ്ടാകും. ഈശ്വരന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് രജോഗുണമില്ലാത്തവൾ. വിശുദ്ധോ മുഖ്യമ. വിശ്വമങ്ങ് മുഖമുള്ളവൾ ദേവി. ദേവിയുടെ വിരാട് സ്വരൂപത്തെ വർണ്ണിക്കുമ്പോൾ എങ്ങും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലായിടത്തും മുഖമുള്ളവൾ. പ്രത്യേക രൂപായ നമഃ. അകത്ത് കാണേണ്ടവളായ ദേവിക്ക് നമസ്കാരം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഈശ്വരൻ അർപ്പിച്ച് ധ്യാനിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപമാണ് ശരിക്കുള്ള ഈശ്വര സ്വരൂപം. പരാകാശായ നമഃ. പരമമായ ആകാശമാകുന്ന ദേവിക്ക് നമസ്കാരം. ഈ പരാകാശം എന്ന് പറഞ്ഞാൽ നിർഗുണമായ അവസ്ഥ. നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണത്തിന് അതീതമായതെന്ന് അർത്ഥം. കാരണം സത്വം 3 ഗുണമുള്ളത് മായക്കുള്ളിലുള്ള വസ്തുക്കൾക്കാണ്. ഈശ്വരി മായക്ക് അതീതമായതുകൊണ്ട് 3 ഗുണങ്ങൾക്കും അതീതമായവൻ അർത്ഥം. പ്രാണദായി നമഃ. പ്രാണശക്തി നൽകുന്നവൾ ദേവി. എല്ലാ ജീവജാലങ്ങളിലും പ്രാണനായിരിക്കുന്നത് ദേവി തന്നെയാണ്. 5 പ്രാണനുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. നമ്മൾ പ്രാണൻ എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. 5 ഫോമിലുണ്ട്. പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം. അപാനൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിളിന് താഴെ പ്രവർത്തിക്കുന്ന വായു. അപാന വായുവാണ് നമ്മുടെ വിസർജ്യ വസ്തുക്കളെ പുറത്ത് തള്ളുന്നത്. വ്യാനൻ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വായു. അതാണ് ഈ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൊണ്ടുവന്നത്. ഉദാനൻ എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ പ്രവർത്തിക്കുന്ന വായു. അതാണ് നമ്മുടെ ആഹാര സാധനങ്ങൾ ദഹിപ്പിക്കുന്നതും ദഹിക്കാത്ത വസ്തുക്കളെ നമുക്ക് വോമിറ്റ് ചെയ്ത് പുറത്ത് തള്ളുന്നതും. ഭയങ്കര സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. എന്തെങ്കിലും ഒരു സാധനം ശരീരത്തിന് ഉപയോഗമില്ലാത്തതുണ്ടെങ്കിൽ ഒട്ടം തന്നെ വെളിയിൽ തള്ളിക്കളയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത്ര ഒരു നല്ലൊരു സിസ്റ്റമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഉദാനവായു. സമാനം എന്ന് പറഞ്ഞാൽ ഈ പോഷകത്തിനെ എല്ലാ അംഗങ്ങൾക്കും എത്തിച്ച് അതിന് ശക്തി കൊടുക്കുന്നത്. ഈ 5 പ്രാണനുണ്ട്. ഈ പ്രാണശക്തി ആയിരിക്കുന്നവൾ ദേവി നൃത്തം. അതാണ് പഞ്ചപ്രാണൻ എന്ന് പറയാൻ കാര്യം. പ്രാണരൂപിണിയെ നമഃ. പ്രണവസ്വരൂപിയായിരിക്കുന്നവൾ ദേവി. പ്രാണൻ എന്ന പദം ബ്രഹ്മത്തെ കുറിക്കുന്ന അർത്ഥം. മാർത്താണ്ഡ ഭൈരവ ആരാധ്യ നമഃ. മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെട്ടവൾ. മാർത്താണ്ഡ ഭൈരവൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. ഇങ്ങനെ ദേവി ഉപാസകരായി വർത്തിക്കുന്ന ഒരു ഭക്തനുണ്ട് ശ്രീചക്രത്തിൽ, മാർത്താണ്ഡ ഭൈരവൻ എന്ന്. അത് ശ്രീചക്ര ആരാധനയിൽ വരുന്ന ഒരു കാര്യം. മന്ത്രിണി രാജ്യതുലേ നമഃ. മന്ത്രിണിയിൽ രാജ്യഭാരം സമർപ്പിക്കുന്ന ദേവിക്ക് നമസ്കാരം. ഭക്തിയുടെ ഒരു പ്രധാന ശക്തി ദേവതയാണ് മന്ത്രിണി. ദേവിയുടെ ഒരു പ്രധാന ശക്തി ദേവിയാണ് മന്ത്രിണി. ആ മന്ത്രാർത്ഥത്തിൽ മനസ്സ് മുഴുവൻ ഏകാഗ്രമാക്കി ധ്യാനിക്കുന്നത് കൊണ്ട് ആ ദേവതയുടെ ഐക്യം കൈവരുന്നു എന്നാണ് ആ വാക്കിന് അർത്ഥം. ത്രിപുരേശ്വരി നമഃ. ത്രിപുരേശ്വരിയായ ദേവിക്ക് നമസ്കാരം. അതും ശ്രീചക്രത്തിലുള്ള ഒരു ദേവതയാണ്. ജയസേനായ നമഃ. ശത്രുക്കളെ ജയിക്കുന്നവൾ ദേവി. ശത്രു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള 14 ഗുണം. അല്ലാതെ നമ്മൾ സാധാരണ ജീവിതത്തിലുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്തവരോ നമ്മളെ ഉപദ്രവിച്ചവരോ നമ്മളെ പ്രമോഷൻ തട്ടിയെടുത്തവരോ അയൽപ്പക്കത്തിൽ നിന്ന് നമ്മളെ അതിന് തർക്കത്തിൽ ഉണ്ടാക്കിയോ ഇവരൊന്നും ആത്മീയത്തിന് ശത്രുക്കളല്ല. അവരെല്ലാം ലൗകികത്തിന് ശത്രുക്കളാണ്. ആത്മീയ ശത്രുക്കളാണെങ്കിൽ ആ ശത്രുത അടുത്ത ജന്മത്തിൽ വരണമല്ലോ. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള 14 ദുർഗുണങ്ങൾ. അതാണ് ശത്രുക്കൾ. കാമം, ക്രോധം, ലോപം, മോഹം, മതം, മാത്സര്യം, ഡംബം, ദർപ്പം, ഈർഷ്യ, അസൂയ, ഇച്ഛ, അഹങ്കാരം, രാഗം, ദ്വേഷം. എല്ലാവരുടെ ശരീരത്തിലും രക്തത്തിൽ ഊറിയ 14 ദുർഗുണങ്ങളാണ് ഇത്. ആരും അതിൽ എക്സെപ്ഷൻ ഒന്നുമില്ല. അതാത് സമയത്ത് ഓരോന്നും പുറത്ത് വരും താല്പര്യം. അതേപോലെ വ്യത്യാസം. ഈ 14 ഗുണങ്ങളെ നമ്മൾ ഇല്ലാതാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈശ്വരാരാധന. ദേവി വിചാരിച്ചാൽ മാത്രമേ ആ 14 ഗുണങ്ങളിൽ നമുക്ക് ജയിക്കാൻ സാധിക്കുള്ളൂ. നിസ്ത്രൈഗുണ്യായ നമഃ. ത്രിഗുണാതീതിയായ ദേവിക്ക് നമസ്കാരം. നേരത്തെ പറഞ്ഞ സത്വരസമം 3 ഗുണങ്ങൾക്കും അതീതമായത് ബ്രഹ്മം.
പരാപരായ നമ. പരയും അപരയുമായ ദേവിക്ക് നമസ്കാരം. പര അപര രണ്ടും ബ്രഹ്മത്തിന്റെ രൂപങ്ങളാണ്. ഒന്ന് ഉപാധിരഹിതം, മറ്റേത് ഉപാധികളോട് കൂടി. ഇവ രണ്ടും ദേവിയാണെന്ന് അർത്ഥം. ഉപാധികളോട് കൂടി ഇരിക്കുന്നതാണ് നമ്മൾ ആരാധിക്കുന്ന 25ാം തത്വമായ ശബ്ദബ്രഹ്മം, ശ്രവണബ്രഹ്മം. സകല സ്വരൂപം നമ്മളെപ്പോലെ മനുഷ്യരൂപത്തിലിരിക്കുന്നു. ദേവി എന്ന് പറഞ്ഞാൽ സ്ത്രീ രൂപത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നു. ദേവൻ എന്ന് പറഞ്ഞാൽ പുരുഷ രൂപത്തിൽ സങ്കല്പിക്കുന്നു. അതും ഈശ്വരൻ തന്നെ. അതിനതീതമായി രൂപമില്ലാതെ ശക്തിയായിരിക്കുന്നത് ഈശ്വരൻ. പരാപരായ നമഃ. സത്യജ്ഞാനാനന്ദ രൂപായ നമഃ. സത്യം, ജ്ഞാനം, അനന്തം ഇവ സ്വരൂപമായിട്ടുള്ളവർ. സത്യം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ്. ആനന്ദം അത് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. അത്രയേ ഉള്ളൂ. ബ്രഹ്മമാണ് സത്യം, ലോകം മിഥ്യാന്ന് ഉണർവ് വന്നു കഴിഞ്ഞാൽ ഒരു ദുഃഖത്തിനേ അവിടെ ചാൻസ് ഇല്ല. അതാണ് ആനന്ദം, പരമാനന്ദം. സാമരസ്യ പരായണായ നമഃ. ശിവശക്തി സ്വഭാവം സമരസമായിരിക്കുന്ന പരമാവസ്ഥയായ ദേവിക്ക് നമസ്കാരം. ശിവത്തി സ്വരൂപം സമാനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൈരവൻ ശിവൻ വേറെ, ശക്തി വേറെ ഇല്ല. അതാണ് അർദ്ധനാരീശ്വരൻ, രണ്ടും ചേർന്നതാണെന്ന് അർത്ഥം. കബർദിന്യേന. കബർദം എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ ജഡ, അതിന്റെ പേരാണ് കബർദം. ഈ കബർദമുള്ളവൻ കബർദൻ. കബർദന്റെ ശക്തി കബർദിനി പറഞ്ഞാൽ പരമേശ്വരന്റെ ശക്തി എന്നർത്ഥം. അത് കബർദിന്യേ നമഃ. രമ്യ കബർദിനി, രമ്യ കബർദിനി എന്ന് പറയാൻ പാടില്ല. ഭഗവതി ഹേ ശിതി കണ്ട കുടുംബിനി രമ്യ കബർദിനി ശൈലസുതേ. ഭംഗിയാർന്ന ജടയോട് കൂടിയവൾ എന്നർത്ഥം. രമ്യ കബർദിനി എന്ന് പറഞ്ഞ രമ്യ കബർദിനി. ധാരാളം നാരസിംഹ വപുശ്രീമാൻ, നാരസിംഹ വപുശ്രീമാൻ ഇങ്ങനെ വെക്കടലിരിക്കുന്നത്. പുശ്രീമാൻ അല്ല, വപുശ്രീമാൻ. അനിർദ്ദേശ വപുശ്രീമാൻ. നിർദ്ദേശിക്കാൻ പറ്റാത്ത ശരീരത്തോട് കൂടിയവൻ മഹാവിഷ്ണു. അതാണ് അനിർദ്ദേശ വപുശ്രീമാൻ. നാരസിംഹ വപുശ്രീമാൻ, നരന്റെയും സിംഹത്തിന്റെയും ശരീരത്തോട് കൂടിയിരിക്കുന്ന ആ ദേവൻ നരസിംഹമൂർത്തി എന്നർത്ഥം. നാരസിംഹ വപുശ്രീമാൻ എന്ന് പറയുന്നത്. ഈ പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ അർത്ഥം വരണമെങ്കിൽ ശരിക്കും ഉച്ചരിച്ചാലേ അത് ശരിയായ അർത്ഥം വരുള്ളൂ. കബർദിന്യേ നമഃ. കലാമാലായ നമഃ. കലകളുടെ മാലയായ ദേവിക്ക് നമസ്കാരം. കലകളുടെ മാല എന്ന് പറഞ്ഞാൽ സൗന്ദര്യവും തേജസ്സും നിറഞ്ഞവൾ എന്നർത്ഥം. ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. കാമധുഹേ നമഃ. ഭക്തന്മാർക്ക് കാമധേനുവായ ദേവിക്ക് നമസ്കാരം. കാമധേനു എന്നുള്ളൊരു വിശിഷ്ട പശു ദേവലോകത്തുണ്ട്. എന്തും ചോദിച്ചാലും അത് കൊടുക്കും. അഗസ്ത്യന്റെ കസ്റ്റഡിയിലിരുന്ന ഒരു പശുവാണ് കാമധേനു. എത്ര പേർ വന്നാലും എന്ത് വന്നാലും ശരി, കാമധേനു എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന എല്ലാം കൊടുക്കും താല്പര്യം. അങ്ങനെ ഭക്തന്മാർക്ക് എല്ലാ അഭിഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന കാമധേനുമായിരിക്കുന്നവൾ ദേവി. കാമരൂപിണ്യേ നമഃ. പരമേശ്വരന്റെ ഇച്ഛയുടെ രൂപത്തിലുള്ളവൾ ദേവി. ആ ഇച്ഛ മൂലമാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്. കലാനിധിയേ നമഃ. കലകളുടെ നിധിയായ ദേവിക്ക് നമസ്കാരം. 64 കലകൾ നമ്മൾ പറഞ്ഞു. ആ 64 കലകൾക്ക് നിധിയായിരിക്കുന്നവൾ ദേവി. കാവ്യകലായ നമഃ. കാവ്യകലയായ ദേവിക്ക് നമസ്കാരം. ഈ കാവ്യങ്ങൾ രചിക്കുന്നത്, ആ ഒരു പ്രചോദനം നൽകുന്നത് ദേവി തന്നെയാണ്. കാവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കവി എന്ന് പറയുന്നു, അത് കാവ്യം. അതാണ് നമ്മൾ സാധാരണ പറഞ്ഞാൽ അത് വെറും വാക്കായിരിക്കും, അത് ഗദ്യമായിരിക്കും. കവി പറഞ്ഞാൽ അത് കാവ്യമാണ്. കാളിദാസൻ, മൂകകവി, ഇതെല്ലാം കാവ്യരചന ചെയ്യുന്നവരാണ്. രസജ്ഞാനീ നമഃ. രസമറിയുന്ന ദേവിക്ക് നമസ്കാരം. നവരസങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദേവിയുടെ കണ്ണുകളിൽ 9 രസവും എപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ശിവാനന്ദനുണ്ട്. എല്ലാ രസങ്ങളും നവരസം ഉണ്ടാക്കുന്നത് കഥകളി ആർട്ടിസ്റ്റ് കാണിക്കും. 9 രസവും അവരുടെ കണ്ണുകളിൽ കാണിക്കും. നൃത്തം ചെയ്യുന്നവരും 9 രസവും, ആ ഭാവം, ആ കണ്ണ്, ആ മുഖഭാവം, അതിലൂടെ അവർ കാണിക്കും. നവരസങ്ങളും കാണിക്കും. രസശേവജ്ഞേ നമഃ. രസനിധിയായ ദേവിക്ക് നമസ്കാരം. രസം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാമൃതമാണ് രസം. സാമ്പാർ രസം ആ രസമല്ല, ബ്രഹ്മാമൃതം രസം എന്നർത്ഥം. പുഷ്ടായേ നമഃ. പുഷ്ടിയുള്ള ദേവിക്ക് നമസ്കാരം. പുഷ്ടി എന്ന് പറഞ്ഞാൽ വളർച്ച. നമ്മൾ എന്ത് കാര്യവും വളർച്ച ഉണ്ടാകണം. അഭിവൃദ്ധിയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനാണല്ലോ നമ്മളെല്ലാം പാടുപെടുന്നത്. ഒരു ചെടി നട്ടാലും അതിലെ പുഷ്പം വരണം, ഒരു മാങ്ങ നട്ടിയാൽ അതിന്റെ മാങ്ങ വരണം. ഇതാണല്ലോ നമ്മുടെ പ്രതീക്ഷ. വളർച്ചയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ വളർച്ചയെ കൊടുക്കുന്നവൾ ദേവി എന്നർത്ഥം.
പുരാതനായ നമ പണ്ട് മുതലേ ഉള്ളത്. എന്നു മുതലുണ്ട് എന്ന് വരെ എന്ന് പറയാൻ പറ്റില്ല. പുരാതനായ ദേവി. പൂജ്യായ നമ, എല്ലാവരും പൂജിക്കപ്പെട്ടവൾ. എല്ലാവരും പൂജിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ ഒരാളെ പൂജിക്കണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റി വേണമല്ലോ. എല്ലാ ശക്തികൾക്കും അതീതമായതാണ് ബ്രഹ്മം. അതുകൊണ്ട് എല്ലാവരും പൂജിക്കപ്പെട്ടവൾ. പുഷ്കരായ നമ, പുഷ്കരയായ ദേവിക്ക് നമസ്കാരം. താമര എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം. പുഷ്കര തീർത്ഥത്തിലെ ദേവതയ്ക്ക് പുഷ്കര എന്ന് പേരുണ്ട്. പുഷ്കരേക്ഷണമായ താമരപ്പൂ പോലെ ഭംഗിയാർന്ന കണ്ണുകളോട് കൂടിയവൾ. പരസ്മൈ ജ്യോതിഷേ നമഃ, പരമപ്രകാശമായ ദേവിക്ക് നമസ്കാരം. എല്ലാ ജ്യോതിഷികൾക്കും പ്രകാശം നൽകുന്നത് ഈശ്വരനാണ്. സൂര്യന് പ്രകാശം നൽകുന്നത് ആ ബ്രഹ്മമാണ്. ചന്ദ്രന് പ്രകാശം നൽകുന്നതും ആ ബ്രഹ്മമാണ്. പരസ്മൈ ധാമരേ നമഃ, പരമനിവാസസ്ഥാനമായ ദേവിക്ക് നമസ്കാരം. എന്താണ് പരമനിവാസസ്ഥാനം? എവിടെ എത്തിയാൽ വീണ്ടും ജനനമില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുവോ അതാണ് പരമസ്ഥാനം എന്ന് പറഞ്ഞാൽ മോക്ഷം. അത്രയേ ഉള്ളൂ. പരമാണവ, ഏറ്റവും ചെറിയ അണുവായിരിക്കുന്ന ദേവി. അണുരണീയാൻ മഹതോ മഹീയാൻ നമ്മൾ കേട്ടിട്ടില്ലേ? അണുവിലും അണുവായിരിക്കുന്നതും മഹത്തിലും മഹത്തായിരിക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഈശ്വര സ്വരൂപം നടത്താം. പരാത്പരായ നമഃ, പരമമായവയെക്കാളും പരമശ്രേഷ്ഠം. അതൊരു വിശേഷണം. പരമമായവയെക്കാളും പരമശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുത് ഒന്നില്ല. പാശകസ്ഥായ നമഃ, കയ്യിൽ പാശം ധരിച്ചവൾ ദേവി. പാശം എന്ന് പറഞ്ഞാൽ നമ്മോടുള്ള അറ്റാച്ച്മെന്റ്, വാത്സല്യം എന്ന് അർത്ഥമുണ്ട്. രണ്ടാമത് നമ്മുടെ ഉള്ളിലുള്ള പാശത്തെ കുറച്ചു കൊടുച്ചാൽ ഇല്ലാതാക്കുന്നവൾ ദേവി. ഈ പാശം അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ ഈ മായയെ കുടുക്കി എൻ്റേത്, ഞാൻ എൻ്റേത് എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ ഇതിനെ തന്നെ ആകൃഷ്ടമായി പോകുന്നത്. ആ പാശം നീങ്ങിയാലേ ഈ പശുവായ ജീവനെ പതിയായ ശിവൻ ആൾക്കൊള്ളുകയുള്ളൂ. അതാണ് പശുപതി എന്ന് പേര്. പാശഹന്ത്രേന മഹാ, ആശാപാശങ്ങളുടെയും അവിദ്യയും നശിപ്പിക്കുന്നവൾ ദേവി. പാശഹന്ത്രേന മഹാ, പാശത്തെ ഇല്ലാതാക്കുന്നവൾ. പരമന്ത്ര വിവേദിന്യേന മഹാ, ശത്രുപ്രീതിയായ ശുദ്ധവൃത്തികളെ നശിപ്പിക്കുന്നവൾ ദേവി. ആ വിചാരം, ദുർമന്ത്ര പ്രയോഗം, ഇതെല്ലാം ഉള്ള ഒരു അവസ്ഥ വന്നാൽ അത് നമ്മൾ രക്ഷിക്കുന്നവൾ ദേവി എന്നർത്ഥം. പണ്ട് കാലത്ത് അതെല്ലാം ഉണ്ടായിട്ട് ഇപ്പം അതൊന്നും ആർക്കും സമയമില്ല. അതുകൊണ്ട് ഈ കൈവശം കൊടുക്കുക അതൊന്നും ഒന്നാമത് അറിഞ്ഞുകൂടാ, രണ്ടാലും സമയമില്ല ഇപ്പം ആളുകൾക്ക്. പണ്ട് കാലത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ ഒരു ഉന്നമനായിട്ട് വന്നു കഴിഞ്ഞാൽ അവനെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ദുർമന്ത്ര പ്രയോഗം ചെയ്യും. അത് അധർമ്മബന്ധത്തിലുണ്ട്. കൈവശം കൊടുക്കുക. തിരുവല്ലാന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ടാണ് ഒരു കഷായം കൊടുത്തിട്ടാണ് ആ കൈവശം കലക്കുന്നത്. അതൊക്കെ വാസ്തവമാണ്, നടന്നിട്ടുള്ള സംഭവം തന്നെയാണ്, സത്യം തന്നെയാണത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം നമുക്കുണ്ടെങ്കിൽ ആ പ്രയാസം നമ്മളെ രക്ഷിക്കുന്നവൾ ദേവി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ദിനംതോറും ഈശ്വര വിചാരത്തോടെ നമ്മൾ ഒരു ദിവസം 1 മിനിറ്റെങ്കിലും ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ഈ വക ഉപദ്രവങ്ങളൊന്നും നമ്മുടെ അടുത്ത് പോലും വരില്ല എന്നർത്ഥം. മൂർത്തായി മഹാ, വ്യക്തമായ രൂപമുള്ള ദേവിക്ക് നമസ്കാരം. വ്യക്തമായ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഗ്രഹമായിട്ട് കാണുന്നില്ല. അമൂർത്തായി മഹാ, വ്യക്തമല്ലാത്ത രൂപത്തോട് കൂടിയവളും ദേവി. അപ്പോ നമ്മൾ ആരാധിക്കുന്ന 25ാമത്തെ തത്വവും ദേവി തന്നെ. അതിന് അതീതമായിരിക്കുന്ന മായ ബ്രഹ്മശക്തിയും ബ്രഹ്മവും ദേവി തന്നെ. അതാണ് മൂർത്ത അമൂർത്ത നിത്യതൃപ്ത. മൂർത്ത മൂർത്ത കുറച്ച് നീട്ടി പറയും. മൂർത്ത മൂർത്ത നിത്യതൃപ്ത എന്ന് പറയുന്നത് രണ്ടും മൂർത്ത സ്വരൂപമാണ്. മൂർത്തി സ്വരൂപം എന്ന് പറഞ്ഞാൽ സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങളുടെ മനുഷ്യരൂപത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം. അമൂർത്തം, അമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപമില്ലാത്ത അവസ്ഥ. അമൂർത്തായി മഹാ, അനിത്യതൃപ്തായ മഹാ, അനിത്യ വസ്തുക്കളാൽ തൃപ്തിപ്പെടുന്ന ദേവിക്ക് നമസ്കാരം. അനിത്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ്പം, കുങ്കുമം, പഴം, വസ്ത്രം, ചന്ദനം, ഇതെല്ലാം എത്ര നാളുണ്ടാവും? ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാം വാടിപ്പോവും. പക്ഷെ അങ്ങനെ വാടിപ്പോകുന്ന വസ്തുക്കൾ പോലും ദേവിക്ക് നമ്മൾ സമർപ്പിച്ചാൽ അത് സന്തോഷിക്കുന്നവൾ ദേവി. അതാണ് അനിത്യതൃപ്തായ നമഃ. മുനിമാനസ ഹംസികായ നമഃ, മുനിമാരുടെ മനസ്സിലെ അരയന്ന പക്ഷിയായവൾ ദേവി. മുനിമാരുടെ ഹംസത്തിൽ മനസ്സിനെ ഒരു സരോവരമായി കണക്കാക്കിയാൽ അതിൽ നീന്തിക്കളിക്കുന്ന അരയന്ന പോലെ ഇരിക്കുന്നവൾ ദേവി എന്നർത്ഥം. സത്യപ്രദായ നമഃ, സത്യപ്രദയാണ് ദേവി. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യസ്വരൂപം, സത്യനിഷ്ഠ.
സത്യരൂപായ നമഃ, സത്യസ്വരൂപിണി എന്നും ഇരിക്കുന്നത് കൊണ്ട് സത്യസ്വരൂപിണി. സർവാന്തര്യാമിന്യേ നമഃ, സകലരുടെയും അന്ധകരണത്തിൽ വസിക്കുന്നവൾ. ആ ബ്രഹ്മം തന്നെയാണ് എല്ലാവരുടെ അന്ധകരണത്തിലും വന്നിക്കുന്നത്. അത് തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞത്, ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി. ഞാൻ തന്നെയാണ് എല്ലാത്തിൻ്റെ ഉള്ളിലും ഇരിക്കുന്നത്. അല്ലാതെ ഞാൻ കൊല്ലാൻ പോകുന്നു, നിനക്ക് ആരെയും കൊല്ലാനും സാധിക്കില്ല, നീ കൊല്ലാനും പറ്റില്ല, നീ കൊല്ലുകയില്ല. നീ ഇപ്പൊ വധക്കാൻ പോകുന്നത് ആ ശരീരത്തിനാണ്. ശരീരത്തിൽ നിന്നും ആ ജീവന് മോക്ഷമാണ് കൊടുക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ശരീരത്തിലും എല്ലാ ജീവജാലങ്ങളിലും, മനുഷ്യർ മാത്രമല്ല, ജീവനുള്ള എല്ലാ വസ്തുക്കളും, ഒരു പുഴു മുതൽ ആന വരെ, അത്ര ജീവജാലങ്ങളിലും ആ ജീവനായിരിക്കുന്നത് ദേവി തന്നെയാണ്, ഈശ്വരൻ അർത്ഥം. സർവാന്തര്യാമിന്യേ നമഃ, സത്യേ നമഃ, പതിവ്രതയായ ദേവിക്ക് നമസ്കാരം. രക്ഷപുത്രിയായ ദേവിക്ക് സതി എന്ന് പേരുണ്ട്, അതിന് സത്യേ നമഃ. ബ്രഹ്മാണ്യേ നമഃ, ബ്രഹ്മാവിന് ജീവൻ കൊടുത്ത ദേവിക്ക് നമസ്കാരം. ബ്രഹ്മാവിന് ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടികർത്തേ ബ്രഹ്മരൂപ നമ്മൾ പറയുന്നില്ലേ? സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവിന്റെ രൂപത്തെ ദഹിക്കുന്നു, അതുകൊണ്ട് ബ്രഹ്മാവിന് ജീവൻ കൊടുത്തവൻ. ബ്രഹ്മണേ നമഃ, ബ്രഹ്മമായ ദേവിക്ക് നമസ്കാരം. ജനന്യേ നമഃ, പ്രപഞ്ച മാതാവാണ്. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചത് ദേവിയായതുകൊണ്ട് പ്രപഞ്ചത്തിന് മാതാവാണ് ദേവി. ബഹുരൂപായ നമഃ, അനന്തരൂപങ്ങളാകുന്ന ദേവിക്ക് നമസ്കാരം. ഈ പ്രപഞ്ചത്തിന്റെ അടുത്ത് നോക്കൂ, മനുഷ്യരിലായാലും ശരി, മൃഗങ്ങളിലായാലും ശരി, പക്ഷികളിലായാലും ശരി, എത്രയെത്ര രൂപങ്ങളാണ് ഇരിക്കുന്നത്. ഈ രൂപങ്ങളെല്ലാം ദേവി തന്നെയാണ്. ഉദാർച്ചിതായ നമഃ, ജ്ഞാനികളാൽ അർച്ചിക്കപ്പെട്ടവൾ. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ളവൻ ജ്ഞാനി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു ബ്രഹ്മം എന്നുള്ളത് ജ്ഞാനം. സിമ്പിൾ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ അല്ല, ബ്രഹ്മമാണ് സത്യം, ഈശ്വരനാണ് സത്യം, ബാക്കി എല്ലാം മിഥ്യ എന്നുള്ള ചിന്ത വന്നാൽ അവൻ ജ്ഞാനമുള്ളവനായി മാറി നടത്താം. അങ്ങനെയുള്ളവരാൽ അർച്ചിക്കപ്പെട്ടവൻ. പ്രസവിത്രേ നമഃ, പ്രപഞ്ചത്തിന് ജന്മം കൊടുത്തവൾ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രസവിച്ചവൾ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചവൾ ജന്മം കൊടുത്തവളാണല്ലോ പ്രസവിച്ചവൾ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ പ്രസവിച്ചവൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് ജന്മം കൊടുത്തവൾ ദേവി. സൂര്യൻ, വായു, അഗ്നി, ഈ ശക്തികളെല്ലാം ദേവിയുടെ പ്രഭാവത്തിൽ നിന്നും ഉണ്ടായതാണ്. ആജ്ഞാഹീനമ, ആജ്ഞാരൂപിണിയായ ദേവി. എല്ലാവരും കമാൻഡ് ചെയ്യാൻ കഴിവുള്ളത് ബ്രഹ്മം നടത്തും. ആർക്കും ഇതിനെ മറികടക്കാൻ സാധിക്കില്ല. പ്രതിഷ്ഠാഹീനമ, പ്രപഞ്ചത്തിന് അടിസ്ഥാനമായ ദേവിക്ക് നമസ്കാരം. ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും താങ്ങി നിർത്തുന്നത് ഈശ്വരൻ തന്നെയാണ്. പ്രകടാകൃത്യനമ, എല്ലാവരും അനുഭവിക്കുന്ന രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. ഞാൻ എന്ന രൂപത്തിൽ എല്ലാവരും ആത്മാവിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന അന്തര്യാമിയായി ഇരിക്കുന്നവെന്ന അർത്ഥം തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്രാണേശ്വര്യനമ, ഇന്ദ്രിയങ്ങളുടെ അധീശ്വരിയായ ദേവിക്ക് നമസ്കാരം. പ്രാണേശ്വരി, ഇന്ദ്രിയങ്ങളുടെ അധീശ്വരി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിന്റെ ഇഷ്ടത്തിനാണ് പോകേണ്ടത്. പക്ഷേ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നത്. ആ മനസ്സിനെ ഈശ്വര വിചാരത്തിലോട്ട് മാറ്റിയാൽ, മനസ്സ് ഈശ്വരൻ ലയിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനശേഷി ഇല്ലാത്തതായി മാറും. ഇഷ്ടത്തിന് പോകും. ധ്യാനിക്കാനിരിക്കുമ്പോൾ കോട്ടുവ വന്നു, മുഴുവൻ നല്ല വൃത്തിയായിട്ട് കോട്ട വിട്ടണോ, അത് കുഴപ്പമില്ല. വളരെ എന്തെങ്കിലും തോന്നി, അപ്പുറത്തെ വീട്ടിൽ നല്ല ദോഷവാക്കുന്ന മണം വന്നു, തനിക്ക് മൂക്കിൽ കേൾക്കുന്നുള്ളത് കുഴപ്പമില്ല. അത് തടയാൻ ശ്രമിക്കരുത്. ഇഷ്ടം പോലെ എന്നെ കൊണ്ടെല്ലാം വിട്ട്, എന്നാലും ഞാൻ എണീക്കൂല, വീണ്ടും ധ്യാനിക്കും എന്ന് പറഞ്ഞുകൊണ്ടാൽ ആ മനസ്സ് ഈശ്വരൻ തന്നെ ലയിച്ചിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം അലഞ്ഞു തിരിഞ്ഞു വരും. അതുകൊണ്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റൂല. മനസ്സ് എവിടെ ഇരിക്കുന്നോ അവിടെ വന്നേ പറ്റും. അതാണ്, അങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാന്നല്ലാതെ നമ്മൾ കഴിവ് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് മനസ്സ് ഈശ്വരൻ ലയിപ്പിച്ചാൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ ആ മനസ്സ് ഈശ്വരനിലേക്ക് ബ്രഹ്മമാണ് സത്യം ഉണർവ് വരും. അതാണ് ഞാൻ. പ്രാണദാത്രീനമ, എല്ലാ ജീവികൾക്കും ജീവൻ നൽകുന്നവൾ. പഞ്ചാശത് പീഠരൂപിണി, 51 പീഠങ്ങളുടെ ദേവിക്ക് നമസ്കാരം. പഞ്ചാശത് പീഠരൂപിണി എന്നൊരു ഗാനം തന്നെ ഉണ്ട്. 51 പീഠങ്ങൾ, ആ പീഠങ്ങൾക്ക് ഈശ്വരിയായവൾ ദേവി. വിശ്വശൃംഖലായ നമഃ, വിലങ്ങുകളില്ലാത്ത ദേവിക്ക് നമസ്കാരം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല.
അനുഗ്രഹിക്കാം. എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്നല്ല, എങ്ങനെ ഭക്തി കാണിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് അനുഗ്രഹം കിട്ടുന്നതാണ്. വിശ്വസിച്ചാലല്ലേ നമുക്ക് പ്രയോജനം. വിശ്വസിച്ചില്ലെങ്കിൽ പോയി. ആ വിശ്വാസമാണ് വിളക്കണം. മുമ്പിൽ നിൽക്കുന്ന ആൾ എത്രയാണ് എന്ന് കൊണ്ടുവരുന്നു. ഇത്ര കുപ്പി എണ്ണയാണോ ഇത്ര കുപ്പി എണ്ണയാണോ എന്നൊന്നും ദേവി നോക്കൂല. അവിടെ ഭക്തിക്കാണ്, ഭക്തി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, ആത്മാർത്ഥമായ ഭക്തിക്കാണ് അവിടെ വില നിർത്തം. വിശ്വസിദ്ധരായ വിവിക്തസ്ഥായ ഏകാന്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ദേവി. വിവിക്തം എന്നാൽ ഏകാന്തവും പവിത്രവുമായ സ്ഥാനം. ഏകാന്തം പവിത്രമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ ധ്യാനിക്കുന്ന ആ അവസ്ഥ എന്നർത്ഥം. വീരമാത്രേണ വീരന്മാരുടെ അമ്മയായ ദേവിക്ക് നമസ്കാരം. വീരൻ എന്ന് പറഞ്ഞാൽ കാമക്രോധാദികളെ ജയിച്ചവെന്ന് അർത്ഥമുണ്ട്. ഇവിടെ ഗണേശന്റെ അമ്മ എന്നുള്ള അർത്ഥത്തിലും വീരമാത്രേ നമഃ. വിയത്പ്രസൂയേ നമഃ. ആകാശത്തിന്റെ ഉദ്ഭവസ്ഥാനമായ ദേവിക്ക് നമസ്കാരം. ആത്മാവിൽ നിന്നാണ് ആകാശമുണ്ടായി എന്നാണ് ഉപനിഷത്ത്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ബ്രഹ്മത്തിൽ നിന്ന് ആകാശമുണ്ടായി. പഞ്ചഭൂതങ്ങളും ദൈവ സ്വരൂപം തന്നെയാണ്, ഈശ്വര സ്വരൂപം തന്നെ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എല്ലാം ഈശ്വര സ്വരൂപം തന്നെയാണ്. മുകുന്ദായ നമഃ. മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുക്തി നൽകുന്നവൻ. ഇവിടെ മുക്തി നൽകുന്നവൾ മുകുന്ദ. മുകുന്ദൻ അല്ല, മുകുന്ദ, മുക്തി നൽകുന്നവൾ. മുക്തി നിലയായ നമഃ. മോക്ഷസ്ഥാനമായ ദേവിക്ക് നമസ്കാരം. ഏതൊരു ദേവിയെ നമ്മൾ പ്രാർത്ഥിച്ച് ആ ദേവിയുടെ പാദാരവിന്ദത്തെ ധ്യാനിച്ച് ആ പാദത്തിൽ ലയിക്കാനുള്ള ഒരു എലിജിബിലിറ്റി നമുക്ക് കിട്ടുന്നുവോ ആ സ്ഥാനമാണ് മുക്തി. അതാണല്ലോ രാമ 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 പാഹിമ. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. രാമൻ കണ്ണ് ചേരണേ, രാമ മൂക്ക് ചേരണേ എന്ന് ആരും പാടുന്നില്ല. രാമപാദം ചേരണേ. അത് പാദത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ലയിച്ചു എന്നർത്ഥം. അതാണ് മുകുന്ദൻ. മുക്തിദായൻ, മുക്തി വിഗ്രഹവും മുകുന്ദായ നമഃ. മൂലവിഗ്രഹരൂപിണിയേ നമഃ. എല്ലാ ശക്തികൾക്കും ആധാരമായി ദേവിക്ക് നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികൾക്കും ആധാരമായിരിക്കുന്നത് ഈശ്വരൻ. ലളിതാസഹസ്രമായതുകൊണ്ട് അതിനെ ദേവി എന്ന് പറയുന്നു. ഭാവജ്ഞാനി നമഃ. എല്ലാ ഭാവങ്ങളെയും സങ്കല്പങ്ങളെയും അറിയുന്നവൾ. ഭക്തഹൃദയത്തിലെ ഭക്തിഭാവനയാണ് നാം ദേവി പറയുന്നത്. അതാണ് ഉപാസനയിൽ ബാഹ്യമായ ഉപചാരങ്ങൾക്ക് പ്രാധാന്യം. ഭവരോഗ ഭവം എന്ന് പറഞ്ഞാൽ സംസാരം എന്നർത്ഥം. സംസാരമായ രോഗത്തെ ഇല്ലാതാക്കുന്നവൾ. സംസാരം എന്ന് പറഞ്ഞാൽ ജനിച്ച് വളർന്ന് മരിച്ച് വീണ്ടും ജനിച്ച് വരുന്നതാണ് സംസാരം. പുനരവിജനനം, പുനർവിമരണം, പുനരവിജനനി, ജനേശ്വരം, സംസാരം. ഇതിൽ നിന്ന് മോക്ഷം മോചനം കിട്ടണമെങ്കിൽ എന്താണ്? വീണ്ടും ഒരു ജനനം ഉണ്ടാകാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ജനനത്തിൽ തന്നെ മരണമുണ്ട്. ആ മരണത്തോടുകൂടി മോക്ഷപ്രാപ്തി ലഭിക്കണം. ഭവചക്ര പ്രവർത്തിനീമ. ഈ സംസാര ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. ഛന്ദസാരായ നമഃ. ഗായത്രിക്കുള്ള ഛന്ദസ്സുകളുടെ സാരമായ ദേവിക്ക് നമസ്കാരം. ഛന്ദസ് എന്ന് പറഞ്ഞാൽ മീറ്റർ എന്നർത്ഥം. ഒരു പദം ഉച്ചരിക്കുമ്പോൾ ഇത്രയും നീട്ടാവും എന്നുള്ള കണക്കുണ്ട്. ശിവ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, ശിവാന്ന് നീട്ടി പറഞ്ഞാൽ പാർവതി. ശിവാന്ന് നീട്ടി പറഞ്ഞാൽ അവിടെ ദേവി സ്വരൂപമായി. ശിവ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. മന്ത്രമായാലും ശ്ലോകമായാലും ഇത്രയും നീട്ടാവൂ, ഇത്രയും നീട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് മന്ത്രങ്ങളും ശ്ലോകങ്ങളും എല്ലാം രാഗമായി പാടാൻ പാടില്ല എന്ന് പറയാൻ കാര്യം. രാഗമായി പാടിയാൽ അവിടെ പ്രാധാന്യം രാഗത്തിനും താളത്തിനും അല്ലാതെ സാഹിത്യത്തിന് അത്ര പ്രാധാന്യം കൊടുക്കില്ല. അതുകൊണ്ടാണ് ശ്ലോകം ഗീതി ശീഘ്രി ചിരക്കമ്പി തതോ ലിഖിത പാഠം അനർത്ഥശ്ച അല്പകണ്ഠശ്ച ഏവം പാഠമാകമാണെന്ന് ശാസ്ത്രം. ഗീതമായിട്ട് മന്ത്രം ചൊല്ലാൻ പാടില്ല, ശീഘ്രം വേഗത്തിൽ ചൊല്ലാനും പാടില്ല, തലയെല്ലാം ആട്ടിക്കൊണ്ട് ചൊല്ലാനും പാടില്ല. ലിഖിത പാഠം അത് വേറെ നിവൃത്തിയില്ല, നമ്മൾ പുസ്തകം നോക്കി തന്നെ പഠിക്കുന്നു. അനർത്ഥശ്ച അർത്ഥമറിയാതെ പാടാൻ പാടില്ല. അല്പകണ്ഠശ്ച ആരും കേൾക്കാത്തില്ല, മുണുമുണുമുണെന്ന് പറഞ്ഞ് നമുക്ക് മാത്രം കേൾക്കത്തക്കത് പറയാനും പാടില്ല. ഇതെല്ലാം അധമമായ പാഠം എന്ന് പറഞ്ഞാൽ ഉത്തമമായ പാഠമാണെങ്കിൽ ഇതിനെല്ലാം അല്ലാത്ത രീതിയിൽ ചെയ്യണമെന്ന് അർത്ഥം. അപ്പൊ ഛന്ദസ് എന്ന് പറഞ്ഞാൽ മീറ്റർ. ശാസ്ത്രധാരായ ശാസ്ത്രങ്ങളുടെ സാരമായ ദേവിക്ക് നമസ്കാരം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നത് ശാസ്ത്രം, ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറയുന്നത്, അതാണ് ശാസ്ത്രം. മീമാംസ തുടങ്ങിയതെല്ലാം ശാസ്ത്രങ്ങൾ തന്നെ. മന്ത്രസാരായ എല്ലാ മന്ത്രങ്ങളെയും സാരമായവൾ ദേവി. മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാ ത്രായുധേ ഇത് മന്ത്ര.
മനസ്സിൽ ധ്യാനിച്ച് അതുവഴി നമുക്ക് മോചനം, സംസാരത്തിന് മോചനം ലഭിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുന്നു. ആ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നതാണ് മന്ത്രം. തലോധരായ നമഃ. കൃശവും സമവുമായ ഉദരമുള്ള ദേവിക്ക് നമസ്കാരം. ഇത് ലക്ഷണശാസ്ത്രം അനുസരിച്ചുള്ള രൂപവർണ്ണനം. ഉദാരകീർത്തിയ നമഃ. സത്കീർത്തിയോട് കൂടിയവൾ ദേവി. ഉദ്ധാമ വൈഭവായ നമഃ. അത് ശ്രേഷ്ഠമായ വൈഭവത്തോട് കൂടിയവൾ. ദേവിയുടെ വൈഭവത്തിന് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുത് ഒന്നുമില്ല. ഇത് ഉണർത്തിക്കാൻ തന്നെയാണ് വീണ്ടും വീണ്ടും ഈ പദങ്ങൾ. വർണ്ണരൂപിണിയ നമഃ. വർണ്ണങ്ങളുടെ സ്വരൂപമായ ദേവിക്ക് നമസ്കാരം. വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം എന്ന് അർത്ഥമുണ്ട്, നിറം എന്ന് അർത്ഥമുണ്ട്. എത്ര നിറങ്ങളാണ്. ചില പൂക്കളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെടിയിൽ 5 പൂക്കളുണ്ടെങ്കിൽ 5 പൂക്കളിലും 3 നിറമുണ്ടെങ്കിൽ ആ 3 നിറം എന്ത് ഐഡന്റിക്കലായിരിക്കും അറിയാം. നമ്മൾ എത്ര തന്നെ ജോമെട്രി ബോക്സിൽ വെച്ച് വരച്ചാലും ഒരു പക്ഷേ ചെറിയ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ഇതിൽ ഉണ്ടാകുന്നില്ല. അതാണ് ഈശ്വര സൃഷ്ടി. കാരണം എന്താ? ആ വർണ്ണമായി ഇരിക്കുന്നവൾ ദേവി എന്നാണ്. ജന്മമൃത്യു ജലാദത്ത് ജനവിശ്രാന്തതായി നമഃ. ജനനം, മരണം, വാർദ്ധക്യം എന്നിവയാൽ ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ശാന്തി നൽകുന്നവൾ ദേവി. എങ്ങനെ ശാന്തി നൽകും? ജനനമുണ്ടെങ്കിൽ മരണമുണ്ടാവും. ജനിച്ചാൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ 4 സ്റ്റേജും അനുഭവിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ് മരണം. ഇതില്ലാതാക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്തെ കൊടുക്കുന്നവൾ എന്നർത്ഥം. സർവോപനിഷ ദുഷ്ടായ നമഃ. എല്ലാ ഉപനിഷത്തുക്കളാലും വിളംബരം ചെയ്യപ്പെടും. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ സാരമാണ് ഉപനിഷത്ത്. ഉപനിഷത്തുകൾ വിളംബരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വേദം എന്താ പറയുന്നത്? ബ്രഹ്മമാണ് സത്യം എന്ന് ഉണർവ് വേദം. അതിന്റെ സാരമാവുമ്പോൾ അതും അതല്ലേ പറയുള്ളൂ. അതാണ് ഉപനിഷത്തുകൾ. ശാന്തിഗീത കലാത്മികായ നമഃ. ശാന്തിഗീതം എന്ന കലയാകുന്ന ദേവിക്ക് നമസ്കാരം. ശൈവാഗമ പ്രകാരമുള്ള ആകാശത്തിന്റെ കലയാണ് ശാന്തിഗീതം. ദ്വന്ദ്വഭേദം നശിച്ച് ആത്മാനന്ദം അനുഭവിക്കുന്ന അവസ്ഥ. 2 3 ഇല്ല, ഒന്നേ ഉള്ളൂ എന്നുള്ള ഉണർവ് വരുമ്പോൾ ആ കിട്ടുന്ന ആനന്ദമുണ്ടല്ലോ, അതാണ് ശാന്തിയാതീതം. ഗംഭീരായ നമഃ. ആഴമറ്റവളായി ദേവിക്ക് നമസ്കാരം. അളക്കാൻ പറ്റാത്ത എന്നർത്ഥം. പ്രളയത്തിന് അവസാനം വിലയിക്കുന്നത് ആകാശം, അതിനുശേഷവും നിലനിൽക്കുന്നത് ആ ദേവി ഈശ്വര ബ്രഹ്മം. ഗർവിതായ നമഃ. ഗർവുറ്റ ദേവിക്ക് നമസ്കാരം. പ്രപഞ്ചേശ്വരി ആയതുകൊണ്ടും തന്റെ നിയമമാർക്കും ലംഘിക്കാനാവാത്തത് കൊണ്ടുമാണ് ഇവിടെ ആ ദേവിക്ക് ഗർഭ എന്ന് പറയുന്നത്. സാധാരണ ഗർഭം എന്ന് പറഞ്ഞാൽ അത് നല്ല സ്വഭാവമല്ല. ഇവിടെ ഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തിയെ കാണിക്കുന്ന പദമാണ്. ഗാനലോലുപായ നമഃ. സംഗീതപ്രിയായ ദേവിക്ക് നമസ്കാരം. അതാണ് എല്ലാ ഈശ്വരാരാധനയിലും നമ്മൾ സംഗീതം കൊണ്ടുവരുന്നത്. ഗീതം വളരെ ഇഷ്ടമുള്ളതാണ് ദേവിക്ക് എന്നർത്ഥം. കൽപ്പനാരഹിതായ നമഃ. വാസനാജന്യങ്ങളായ സങ്കല്പമില്ലാത്ത ദേവി. വാസനാജന്യങ്ങളായ സങ്കല്പമെല്ലാം മനുഷ്യർക്കാണ്. ദേവിക്ക് വാസനയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ സകാമഭക്തി അല്ലാതെ നിഷ്കാമഭക്തി കാണിക്കുന്നവർക്ക് ആ ബ്രഹ്മസ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമല്ല സകാമഭക്തിയെ നമുക്ക് കാണിക്കാൻ പറ്റൂ. നിഷ്കാമഭക്തിയൊന്നും ആദ്യം വരില്ല. ആ സകാമഭക്തി വളർന്നുകൊണ്ട് വരുമ്പോൾ അവസാനം അത് നിഷ്കാമഭക്തിയായി മാറും. നിഷ്കാമഭക്തി എന്ന് പറഞ്ഞാൽ ഫലേച്ഛയില്ലാതെ കാണിക്കുന്ന ഭക്തി. സകാമഭക്തി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഭക്തി. എത്രയോ ആദ്യം അങ്ങനെ ഇരിക്കും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അതിനല്ലേ നമ്മൾ വരുന്നത്. സന്തോഷം വേണം, ആരോഗ്യം വേണം, അത് നടക്കണം. ഓരോന്നും ചോദിച്ചിട്ടാണ് നമ്മൾ വഴിപാട് ചെന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം ഈ സകാമഭക്തി. അതങ്ങനെ വരുമ്പോൾ എത്ര നാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ദിവസം എല്ലാം തീർന്നിരിക്കുന്ന ഒരു അവസ്ഥ വരണം. അത് വരും. അപ്പോ എന്താ, പിന്നെ ഒന്നുമില്ല, ഈശ്വര എനിക്ക് അനായാസ മരണം കിട്ടിയാൽ മതി ചൊല്ല വരും. അതാണ് നിഷ്കാമഭക്തി. വളരെയേറെ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് അനായാസ മരണമാണ്. ഒരു ദിവസം പോലും തറയിൽ കിടക്കാതെ, ഒരു ദ്വാരം വഴി ട്യൂബ് ഇടാതെ ഉള്ള മരണം ശ്രേഷ്ഠമായ മരണമാണ്. അത് വേണം. എപ്പോഴും ആ ചിന്ത മനസ്സിലെഴുതാൻ മതി. അങ്ങനെ ചിന്തിക്കുന്നവർക്കെല്ലാം അത് കിട്ടിയിട്ടുണ്ട്, യാതൊരു സംശയവും. അതല്ലാതെ അതിനെക്കുറിച്ചേ ചിന്തിക്കാതെ എന്നിങ്ങനെ ഇരിക്കുന്ന പോകുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അതാണ് നിഷ്കാമഭക്തി. അത് കാണിക്കുന്നത് ദേവി.
കാഷ്ഠായേ നമഃ. വേദാന്ത സ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. വേദാന്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ്, അത്രയേ ഉള്ളൂ. അകാന്തായേ നമഃ. ദുഃഖവും പാപവും അകറ്റുന്നവൾ ദേവി. നമ്മുടെ ദുഃഖവും പാപവും, ദുഃഖത്തെ എങ്ങനെ അകറ്റും? ദുഃഖിച്ചു വരുന്ന, പ്രയാസപ്പെട്ട് വരുന്നവർ നമ്മൾ അമ്പലത്തിന് മുമ്പിൽ വന്ന് ദേവിയുടെ വിഗ്രഹം തൊഴുതിരിക്കുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം കിട്ടും. അമ്പലത്തിൽ തൊഴുതിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ കാര്യമൊക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞു, ദേവി നോക്കിക്കോളും, ആളുകൾ പറയുന്നില്ലേ, ആ ഒരു വിശ്വാസം, അതാണ് ആനന്ദം. ദുഃഖത്തെ അകറ്റുന്നവൾ. പിന്നെയോ പാപത്തെ ഇല്ലാതാക്കുന്നവൾ. പാപത്തെ എങ്ങനെ ഇല്ലാതാക്കും? ആ പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിപ്പിച്ച് അത് അനുഭവിക്കാനുള്ള ശക്തിയും തന്ന് അതിനെ മറികടക്കാനുള്ള ഒരു സന്ദർഭം നമ്മൾ പുണ്യവാനാക്കി നമുക്ക് അനുഗ്രഹിക്കുന്നവൾ എന്നർത്ഥം. കാന്താർന്ന വിഗ്രഹായ നമഃ. ഭർത്താവിന്റെ പാതിശരീരമായ ദേവിക്ക് നമസ്കാരം. അർദ്ധനാരീശ്വരർ ഞാൻ പറഞ്ഞു, ശിവാഷ്ടോത്രം ജപിച്ചാണ് ദേവി ആ അർദ്ധനാരീശ്വര കോൺസെപ്റ്റിൽ വന്നത്. കാമകേളി തരംഗിതായ നമഃ. പരമശിവനുമായുള്ള ക്രീഡയിൽ ഉല്ലാസപുളികരമായ ദേവിക്ക് നമസ്കാരം. പരമശിവനുമായുള്ള ക്രീഡയിൽ ഉല്ലാസപുളിയായിരിക്കുന്ന ശിവശക്തിക്ക് രൂപമായി ഇരിക്കുന്നത് ബ്രഹ്മം എന്നർത്ഥം. കനൽക്കനക താടങ്കായ നമഃ. മിന്നിത്തുളങ്ങുന്ന സ്വർണ്ണ കുണ്ടലങ്ങളോട് കൂടിയവൾ ദേവി. കുണ്ടലം, പട്ടുവസ്ത്രം, ഇതെല്ലാം സന്തോഷത്തിന്റെ പ്രതീകം എന്നർത്ഥം. കാര്യകാരണ നിർമുക്തായ നമഃ. കാര്യകാരണങ്ങളിൽ നിന്ന് സ്വതന്ത്രയായ ദേവിക്ക് നമസ്കാരം. കാര്യം കാരണമെല്ലാം നമുക്കാണ്. ദേവിക്ക് അങ്ങനെ ഒന്നുമില്ല, ഒരു കാര്യവുമില്ല, ഒരു കാരണവുമില്ല. അവർക്ക് എന്ത് നടക്കണം? അല്ലേ, ഓണം വരുന്ന കോടിയെടുക്കണോ, സദ്യ ഒരുക്കണോ, ഇങ്ങനെയുള്ള ചിന്തയൊന്നും ദേവിക്കില്ല. അത് എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടേ ഇങ്ങനെയിരിക്കും എന്ന് പറഞ്ഞാൽ, ഈശ്വരാരാധന ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും ഈ വക കാര്യങ്ങളെല്ലാം കുറഞ്ഞ് വരണം. എപ്പോ? മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക്. ഒരു കാര്യം നിശ്ചയം, മോഹം ക്ഷയിച്ചാലേ മോക്ഷം കിട്ടുള്ളൂ എന്നല്ലാതെ വേറെ എന്ത് തലകുത്തി മറിഞ്ഞാലും മോക്ഷം ലഭിക്കില്ല. വിഷമം തോന്നരുത്, സത്യമായ വസ്തുവാണ് പറയുന്നത്. മോഹമുള്ളപ്പോ ഇങ്ങനെ മോക്ഷം എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മമില്ലാത്തൊരവസ്ഥയാണ്. ഇത് ബാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവും? അല്ലേ, ഞാൻ ഇത്രയും നാൾ അടച്ചല്ലോ, ഇനി 2000 രൂപ ബാക്കിയുള്ളൂ, ഡോക്യുമെന്റ് ഇതാണെന്ന് ചോദിച്ചാൽ തരുമോ? മുഴുവൻ അടച്ച് തീർക്കണം. 2000 രൂപയും പലിശയും എല്ലാം അടച്ച് ക്ലോസിംഗ് ചാർജസും അടച്ചാ എന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം, അത് എടുത്തുകൊണ്ട് വരാം, എങ്കിലേ ആ ഡോക്യുമെന്റ് കിട്ടും. അങ്ങനെ കുറച്ചു നാൾ ഇരുന്നിട്ട് പോണ ഈ ജന്മത്തിലേക്കുള്ള ഒരു ആധാരമേ അതാണെങ്കിൽ നിരന്തരമായി ബ്രഹ്മത്തിനോട് ചേരുമ്പോൾ നമുക്ക് മോഹമുണ്ടെങ്കിൽ നടക്കുമോ? മോഹക്ഷയം മോക്ഷം എപ്പോഴും മനസ്സിൽ വെച്ചോണം. മോഹക്ഷയം മോക്ഷം ആകാംക്ഷിക്കുന്നവർ മോഹത്തെ കുറച്ചായി കുറച്ചുകൊണ്ട് വരണം. ആളഫ്യത്തോടെ നിർത്താനൊന്നും പറ്റില്ല, ബുദ്ധിമുട്ടാണ് അത്. അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ പോകില്ല. കുറച്ചായിട്ട് കുറഞ്ഞു കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. അതാണ് കാര്യകാരണം മുക്തായ നമഃ. കാമകേളി തരംഗിതായ കനൽക്കനക താടങ്കായ നമഃ. ദേവിയുടെ ആഭരണത്തെയാണ് വർണ്ണിക്കുന്നത്. ലീലാവിഗ്രഹ ധാർമ്മിക നമഃ. ലീലയ്ക്ക് വേണ്ടി മാത്രം ശരീരമെടുത്ത ദേവിക്ക് നമസ്കാരം. ലീലാവിലാസങ്ങൾ എന്തിനാണ്? ഓരോരോ കാര്യങ്ങൾ, ഒരു അസുരനെ വധിക്കാനായിട്ട് ഒരു രൂപം എടുക്കുന്നു, അല്ലേ? ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് വരാഹവതരം, ഹിരണ്യകശിനെ വധിക്കാനായിട്ട് നരസിംഹാവതാരം. ഈ രൂപം എടുക്കുന്നത് എന്തിനാണ്? ഓരോരോ കാര്യത്തിന് വേണ്ടിയാണ്. അജായേ നമഃ. അജം എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തത്, അജം, ജനനമില്ലാത്ത ദേവിക്ക് നമസ്കാരം. ക്ഷയവിനർമുക്തായ നമഃ. നാശമില്ലാത്തത്. ജനനം ഉണ്ടെങ്കിൽ മരണമുണ്ട്, അതാണ് നാശം. ജനനവുമില്ല മരണവുമില്ല. അപ്പൊ ജനനവും മരണവും ഇല്ലാത്തത് ബാല്യം, കൗമാരം, വാർദ്ധക്യം എന്നുള്ള ആ ചേഞ്ചസും അവിടെ ഇല്ല. ക്ഷയവിനർമുക്തായ നമഃ. നാശമില്ലാത്ത ദേവിക്ക് നമസ്കാരം. മുഗ്ധായ നമഃ. മോഹിനിയായ ദേവിക്ക് നമസ്കാരം. മോഹിനി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും മോഹിപ്പിക്കുന്നവൾ. ആ ദേവിയുടെ ആ പ്രഭാവം കൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാത്തിനും മോഹം. ഈ മോഹം ഉണ്ടാക്കുന്നത് ദേവി തന്നെയാണ്. മോഹം പോയാലും മോഹം ക്ഷയിച്ചാലും മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയുന്നത് ദേവി എന്ന് നമ്മുടെ മോഹത്തിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മോഹത്തെ തന്ന് ആ മോഹത്തിൽ നമ്മളെല്ലാം അനുഭവിച്ച് അത് മനസ്സിലാക്കിയ ശേഷം അതിനൊരു വിച്ഛക്തി വരണം. എന്തോ ഉണ്ട് എന്നുള്ള തോന്നൽ മാറി ഒന്നുമില്ല എന്നുള്ള തോന്നൽ വന്നാൽ മാത്രമേ മോഹം പൂർണ്ണമായും നശിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുമ്പ് എവിടെയെങ്കിലും കാണും, അത് പിന്നെ മുളച്ചു വരും. വേരോടെ ഇല്ലാതാവണമെങ്കിൽ
അനുഭവിച്ചാലേ സാധിക്കുകയുള്ളൂ. അതാണ് മായ നമ്മളാക്കിയതെല്ലാം തന്നെ മോഹിനിയുമാ വിപ്രപ്രസാദിന്യയുമാ. വളരെ പെട്ടെന്ന് അനുഗ്രഹിക്കുന്നവർ ദേവി. ഭവാനി ത്വംദാസേ സൗന്ദര്യയിൽ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ദാസൻ എന്നെ അനുഗ്രഹിക്കണം ദേവി എന്ന് പറയുന്ന മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ അമ്മ നിന്നുടെ എന്ന് പറയും മുമ്പേ അനുഗ്രഹിച്ചത്. ഇവിടെ പറയാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദിനി എന്നർത്ഥം. എന്തുകൊണ്ട് അമ്മ? ശ്രീമാത്രേ നമ. ദേവിയെല്ലാം അമ്മ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ നമ്മൾ അനുഗ്രഹിക്കുന്നവൾ ക്ഷിപ്രപ്രസാദിനി നമ. അന്തർമുഖ സമാരാധ്യായ നമ. അന്തർമുഖമായി ആരാധിക്കേണ്ടവൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ദ്രിയങ്ങളെല്ലാം വിഷയസുഖങ്ങൾക്കായി പുറമേയുള്ള വസ്തുക്കളിൽ ആകൃഷ്ടമായിരിക്കുന്നു. ആ ഇന്ദ്രിയങ്ങളെ അകത്തോട്ട് തിരിക്കണമെങ്കിൽ മനസ്സിനാദ്യം അന്തർമുഖമായിരിക്കുന്ന ആ ഈശ്വര സ്വരൂപത്തിൽ ബ്രഹ്മത്തിലോട്ട് നമ്മൾ ധ്യാനിച്ചു കൊണ്ടുവരണം. അപ്പൊ ഇന്ദ്രിയങ്ങളെല്ലാം ആ ബ്രഹ്മത്തെ ധ്യാനിക്കുന്ന സ്വഭാവത്തിലോട്ട് വരും. ബഹിർമുഖ സുദർഭമായ ബഹിർമുഖരായവർക്ക് അത്യന്തം ദുർലഭമായ ദേവിക്ക് നമസ്കാരം. ബഹിർമുഖം എന്ന് പറഞ്ഞാൽ ഈ ലൗകിക വൃത്തിയിൽ ഇരിക്കുന്നവർ ആ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കാനല്ലേ ഉള്ളൂ. അവിടെ അവർക്ക് മോക്ഷം എന്നുള്ളൊരു സ്ഥലത്തേക്ക് എത്തൂല. കർമ്മം അനുഭവിച്ച് തീർന്നാലേ ധർമ്മം, അർത്ഥം, കാമം കഴിഞ്ഞാലേ മോക്ഷത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ത്രയ്യൈ നമഃ. 3 വേദങ്ങളാലും അറിയപ്പെട്ടവൾ. ത്രിവർഗ നിലയായ നമഃ. ധർമാർത്ഥ കാമങ്ങളുടെ വിളനിലമായ ദേവിക്ക് നമസ്കാരം. ധർമാർത്ഥ കാമങ്ങൾക്ക് വിളനിലമാണെങ്കിൽ മോക്ഷത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ ത്രിവർഗദാത്രി എന്ന് പറഞ്ഞത്. ക്രിസ്തായ നമഃ. 3 ഇനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. 3 ലോകങ്ങൾ, 3 വേദങ്ങൾ, ഗുണങ്ങൾ, കാലങ്ങൾ, ബോധാവസ്ഥ, ഇതെല്ലാം 3 നാണ് കാണിക്കുന്ന അവസ്ഥ. സത്വം 3 ഗുണങ്ങൾ, ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം 3 കാലങ്ങൾ, എല്ലാത്തിനും സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നും എവിടെയും എപ്പോഴും ഇരിക്കുന്നത് ഈശ്വര സ്വരൂപം. 3 കാലമല്ലേ ഉള്ളൂ. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം, വേറൊരു കാലമില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. ത്രിപുരമാലിന്യായ ദേവിക്ക് നമസ്കാരം. ശ്രീചക്രത്തിൽ അന്തർദശ ചക്രത്തിന്റെ ദേവതയാണ് ഈ ദേവി. 43 കോണുകളുണ്ട്. അത് ഓരോന്നിനും ഓരോ ദേവതയെ ആവാഹിച്ചാണ് നമ്മൾ ശ്രീചക്ര ആരാധന ചെയ്യുന്നത്. നിരാമയായ രോഗങ്ങളില്ലാത്ത ദേവിക്ക് നമസ്കാരം. രോഗങ്ങളില്ലാത്ത ദേവി എന്ന് പറഞ്ഞാൽ ദേവി ആരാധന ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള നമുക്കുള്ള രോഗങ്ങളെയൊക്കെ ഇല്ലാതാക്കും. രോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള അസുഖം എന്നുള്ള അർത്ഥത്തിലെടുക്കാം. അതും ദേവി ഇല്ലാതാക്കും. ശരിക്കും രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ രോഗം. എന്താണ്? ഈ ലോകമാണ് സത്യം എന്നുള്ള ഉണർവ്. ആ രോഗത്തെ ഇല്ലാതാക്കുന്നവൾ. അതാണ് ആത്മീയമായ അർത്ഥം. കാരണം ലളിതാ സഹസ്രനാമത്തിലെ പദങ്ങൾ വെറുതെ ചുമ്മാ വാക്യാർത്ഥമായിട്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ആ ഉദ്ദേശം മനസ്സിലാക്കിയാലേ ആ ജപത്തെ നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നിരാലംബായും ആലംബനമില്ലാത്തവൾ ദേവി. ആലംബനം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്. ദേവിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ദേവിയെക്കാളും വലുതെന്നായില്ലേ? ദ്വൈതഭാവം അവിടെ വരും. അദ്വൈതമായതുകൊണ്ട് നിരാലംബായ സ്വാത്മാരാമായ തന്നിൽ തന്നെ ആനന്ദിക്കുന്നവൾ ദേവി. തന്നിൽ തന്നെ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ എന്നർത്ഥം. സുധാസക്തിയും അമൃതം പ്രവഹിക്കുന്ന ദേവിക്ക് നമസ്കാരം. സഹസ്രാര രത്നത്തിൽ ഇരുന്നുകൊണ്ട് അമൃതപ്രവാഹം ചെയ്താണ് കുണ്ടലി ശക്തിയെ ഓരോ ആധാരമായി ദേവി കൊണ്ടുപോകുന്നത്. സംസാര നിർമ്മഗ്ന സമുദ്രണ പണ്ഡിതായി നമഃ. ലൗകിക ജീവിതമാകുന്ന ചെളിയിൽ മുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ പിടിച്ചുയർത്താൻ സാമർഥ്യമുള്ളവൾ ദേവി. നമ്മളെല്ലാം സംസാരത്തിൽ മുഴുകി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. ഒരു കഷ്ടവുമില്ല, ഞാൻ എപ്പോഴും ഹാപ്പിയാണെന്ന് ആരെങ്കിലും പറയൂ? പറഞ്ഞാൽ വളരെ സന്തോഷം തന്നെ. സുഖം എന്ന് പറഞ്ഞാൽ ദുഃഖവും ഉണ്ടാവും. പാപപുണ്യ മിശ്രിതമാണ് മനുഷ്യജന്മം. അപ്പൊ പുണ്യത്തിന്റെ ഫലം സുഖം, പാപത്തിന്റെ ഫലം ദുഃഖം. ഇതെല്ലാം ഫേവറായി വരുന്നു, അതെല്ലാം പുണ്യത്തിന്റെ ഫലം. ഇതെല്ലാം അൺഫേവറായി വരുന്നു, അതെല്ലാം പാപത്തിന്റെ ഫലം. രണ്ടും നമ്മുടെ ഡെപ്പോസിറ്റാണ്. ഒന്ന് ഡെപ്പോസിറ്റ്, ഒന്ന് ലോൺ. ഇത്രയുള്ള കാര്യം. ഇത് ലാഭം കിട്ടും, മറ്റേത് അങ്ങോട്ട് അടയ്ക്കുന്നു. അങ്ങോട്ട് അടയ്ക്കുന്നതാണ് പാപം, ഇങ്ങോട്ട് കിട്ടുന്നതാണ് പുണ്യം.
അപ്പൊ പിന്നെ സുഖദുഃഖങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ ഉണ്ടാകും, അതില്ലാത്തതായിട്ടില്ല. അങ്ങനെയുള്ള സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന നമ്മളെ ആ സംസാരമാകുന്ന ചുളിക്കുണ്ടിൽ നിന്നും പിടിച്ചുയർത്തി നമ്മളെ മോക്ഷപ്രാപ്തിയിലോട്ട് കൊണ്ടുപോയി മോക്ഷം നൽകാൻ കഴിവുള്ളവൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാരാധന ചെയ്യുന്നതിലൂടെ ഈ ഒരു അവസ്ഥയിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും. യജ്ഞപ്രിയായ യജ്ഞങ്ങൾ പ്രിയമുള്ളവൾ ദേവി. യജ്ഞം എന്ന് പറഞ്ഞാൽ സന്തോഷം. ജപയജ്ഞം, നവാഹയജ്ഞം 9 ദിവസം കൊണ്ട് നടത്തുന്നതുകൊണ്ട് നവാഹയജ്ഞം. ജപയജ്ഞം എന്ന് പറഞ്ഞാൽ ഡെയിലി ജപിക്കുന്നത് കൊണ്ട് ജപയജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷത്തെ കൊടുക്കുന്ന കാര്യം. ഏത് സന്തോഷം? നിരന്തരമായ സന്തോഷം. അതാണ്. ഒരു മധുരപലഹാരം കഴിച്ചാൽ സന്തോഷം തന്നെ, ഒരു സീരിയൽ കണ്ടാലും സന്തോഷം തന്നെ. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സന്തോഷം എന്ന് പറഞ്ഞാൽ നിരന്തരമായ സന്തോഷം. അത് ഈശ്വരാരാധനയിലൂടെ കിട്ടുള്ളൂ. അതിനാണ് യജ്ഞം എന്ന് പറഞ്ഞത്. അത് ജപയജ്ഞമാവാം, ഇതുപോലെ നവാഹയജ്ഞമാവാം, ഹോമങ്ങൾ ചെയ്യുന്ന യജ്ഞമാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഏതെല്ലാം രീതിയിൽ ഈശ്വരനെ ആരാധിക്കുന്നുവോ അതെല്ലാം യജ്ഞം. യജ്ഞപ്രിയായ നമഃ. യജ്ഞകർത്തൃ നമഃ. യജ്ഞങ്ങൾ നടത്തുന്ന ദേവിക്ക് നമസ്കാരം. ഈ യജ്ഞം എങ്ങനെ? ഈശ്വരി തന്നെയാണ്, ഈശ്വരിയായി ഇരുന്നുകൊണ്ട് ഈശ്വരി തന്നെയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്, യജ്ഞം ചെയ്യിക്കുന്നത്. കാരണം യജമാന സ്വരൂപിണിയാണ്. ഒരു യജ്ഞം നടത്തണമെങ്കിൽ യജമാനൻ വേണം, ഒരാൾ വേണമല്ലോ അത് ചെയ്യാനായിട്ട്. ആ യജമാനനും ദേവി തന്നെയാണ്, ആ ചെയ്യുന്ന യജ്ഞവും ദേവി തന്നെയാണ്. ആരെ ഉദ്ദേശിച്ച് ചെയ്യുന്നു അതും ദേവി തന്നെയാണ്. പറഞ്ഞാൽ ദേവി അല്ലാതെ വേറെ ഒന്നും ഇല്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ മീനിങ്. യജമാന ധർമാധാരായ ധർമ്മത്തിന് ആധാരമായവൾ ദേവി. വേദവിരുദ്ധമല്ലാത്ത പരമ്പരയാ ഉള്ള ശിഷ്ടാചാരമാണ് ധർമ്മം. വേദവിരുദ്ധമല്ലാത്ത പരമ്പരയാ ഉള്ള ശിഷ്ടാചാരമാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഡു ഓൺസ് ഡ്യൂട്ടി ഈസ് കോൾഡ് ധർമ്മം. അവരവരുടെ കടമ അവരവരെ നിർവഹിക്കണം. നമ്മൾ എന്താണോ ആ കടമ നമ്മൾ ചെയ്തേ പറ്റും. ഒരു ജോലിയും മോശമുള്ള ജോലിയല്ല. എന്തായാലും സ്കാവഞ്ചർ തുടങ്ങി പ്രൈം മിനിസ്റ്റർ വരെ അതാത് ജോലി അതാത് ആളുകൾ ചെയ്തില്ലെങ്കിൽ അവിടെ ഉപദ്രവം വലിയ ഉണ്ടാവും. അതാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരന് വലുതും കൊടുക്കുന്നതോ അല്ലെങ്കിൽ അന്നദാനം ചെയ്യുന്നു, ഇതെല്ലാം ഇത് ധർമ്മമല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇത് മാത്രമാണ് ധർമ്മം എന്ന് വിശ്വസിക്കേണ്ട. ധർമ്മം എന്ന വാക്കിന് അവനവന്റെ കടമ അവൻ ചെയ്യണം. ആ കടമ ചെയ്യാതെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. സാധാരണ പറയും ഗംഗിക്കരയിൽ അമ്മ നിർവ്വാണം, കാവേരിക്കരയിൽ മകൻ വസ്ത്രദാനം പറയും. സ്വന്തം അച്ഛനമ്മമാരെ നോക്കാതെ അവര് എന്തെങ്കിലും കാരണവശപ്പെടുമ്പോഴുമായ സ്വത്ത് വഴക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ അവരെ ശ്രദ്ധിക്കാതെ അവിടെ പോയിട്ട് ആർഫനേജിലൂടെ അനാഥ മന്ദിരത്തിൽ പോയി ഞാൻ പ്രധാന സദ്യ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇരിക്കുന്ന കാലത്ത് തിരിഞ്ഞു പോലും നോക്കില്ല. മരിച്ച ശേഷം അമ്മയുടെ തിരിക്ക് വേണ്ടി അനാഥ മന്ദിരത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന തെറ്റെന്നല്ല, പക്ഷെ ഇരിക്കുന്ന കാലത്ത് അവന്റെ ധർമ്മം അവൻ ചെയ്തു. പുത്രധർമ്മം എന്താണ്? അച്ഛനമ്മമാരെ സംരക്ഷിക്കുക. അമ്മയുടെ ധർമ്മം എന്താണ്? കുട്ടികളെ സംരക്ഷിക്കുക. ഭാര്യയുടെ ധർമ്മം എന്താണ്? ഭർത്താവിനെ സംരക്ഷിക്കുക. ഭർത്താവിന്റെ ധർമ്മം എന്താണ്? ഭാര്യയെ സംരക്ഷിക്കുക. ഇതാണ് ധർമ്മം. ഈ ധർമ്മത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ആധാരമായിരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര വിചാരത്തോടെ നമ്മൾ ദേവി ഭക്തനാണെന്ന് അവകാശപ്പെട്ടാൽ നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. നിർബന്ധമാണത്, കർശനമാണത്. അത് വ്യതിചലിച്ചാൽ ആ ഭക്തിക്ക് അർത്ഥമില്ലാതെ പോകും. ധർമാധാരായ ധനാധ്യക്ഷായ ധനത്തിന്റെ ദേവതയായ ദേവിക്ക് നമസ്കാരം. ധനം എന്ന് പറഞ്ഞാൽ പണം എന്ന് അർത്ഥമുണ്ട്. ശരിക്കും ധനം എന്ന് പറഞ്ഞാൽ വിദ്യാധനം, അതാണ് ഉദ്ദേശിക്കുന്നത്. ധനധാന്യ വിവർത്തിന്യമ, ധനധാന്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ദേവിക്ക് നമസ്കാരം. ധാന്യങ്ങൾ വർദ്ധിക്കണമല്ലോ. ധാന്യങ്ങൾ വർദ്ധിച്ചാലേ ലോകം നിലനിൽക്കാൻ സാധിക്കുള്ളൂ. ആ വളർച്ച, കുട്ടിയെ കൊടുക്കുന്നവൻ അർത്ഥം. വിപ്രപ്രിയായ ബ്രാഹ്മണരോട് പ്രീതിയുള്ളവൾ ദേവി. ഞാൻ 2-3 ദിവസം മുമ്പേ പറഞ്ഞു, ഈ ലളിതാശാസ്ത്രം പറഞ്ഞ ബ്രാഹ്മണൻ എന്ന വാക്ക് ഒരു ജാതിയെ കുറിക്കുന്നതല്ല, ക്വാളിറ്റിയെ കുറിക്കുന്നതാണ്. ആരാണ് ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനം അടയാനുള്ള എലിജിബിലിറ്റി ഉള്ളവൻ ബ്രാഹ്മണൻ. അങ്ങനെയുള്ളവരിൽ പ്രിയമുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ് വരുന്നോ
അവരെയാണ് ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, അല്ലാതെ ഒരു ജാതിയെ കുറിക്കുന്നതല്ല. ഏത് ജാതിയിലായാലും, കാരണം ഈശ്വരിക്ക് മുമ്പിൽ ജാതി ഒന്നുമില്ല. ദേവി എന്ത് ജാതിയാണ്? ക്ഷത്രിയാണ്, വൈശ്യയാണ്, ശൂദ്രയാണ്, ബ്രാഹ്മണനാണ്, ഏഴുവനാണ്, ഒന്ന് പറയാൻ പറ്റുമോ? ഇതിനെല്ലാം അതീതമാണ് ഈശ്വര സ്വരൂപം. അതുകൊണ്ട് അവിടെ ജാതിക്ക് യാതൊരു പ്രാധാന്യം ഈശ്വരന് മുമ്പിലില്ല. ഇവിടെ വിപ്രനിൽ പ്രിയമുള്ളവൾ എന്ന് പറഞ്ഞാൽ ആരാണോ ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവോടുകൂടി ഈശ്വരിയെ ഭജിക്കുന്നത് അവരിൽ പ്രിയമുള്ളവൾ എന്നാണ് അർത്ഥം. വിപ്രപ്രിയായ്മ, വിപ്രരൂപായ്മ, വിപ്രരൂപത്തിൽ ആത്മജ്ഞാന രൂപത്തിൽ ഇരിക്കുന്നവൾ, വിശ്വഭ്രമണ കാരുണ്യം, പ്രപഞ്ചത്തിന്റെ ഭ്രമണത്തിന് കാരണമായുണ്ട്. ഭ്രമണം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സൃഷ്ടിച്ച് രാവും പകലും ഉണ്ടായി ഇതെല്ലാം നടക്കുന്നല്ലോ. എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആ ഈശ്വരിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇതിനെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണെന്ന് അർത്ഥം. വിശ്വഗ്രാസായ നമഃ. അങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഇതിനെ സംരക്ഷിച്ച് എല്ലാം കഴിഞ്ഞ് മഹാപ്രളയ കാലത്ത് ഈ താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ തനക്കുള്ളിൽ തന്നെ ലയിപ്പിക്കും. അതാണ് ലയനം. ലം ലയനം, ഗം ഗമനം. ഇതാണ് ലിംഗം എന്ന് പറയാൻ കാര്യം. ഇപ്പൊ ലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? ഏതിൽ നിന്നാണോ വന്നത് അതിലേക്ക് ലയിക്കും. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ ലോകമെല്ലാം സൃഷ്ടിയായത്. മഹാപ്രളയ കാലത്ത് ഇതെല്ലാം ബ്രഹ്മത്തിലോട്ട് ലയിക്കും. മഹാഗ്രാസായ നമഃ. എല്ലാത്തെയും ഇന്നലെ കണ്ടമാരി എല്ലാത്തെയും വിഴുങ്ങുന്നവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തെയും തന്റെ ഉദരത്തിൽ വെച്ച് ഒരു അമ്മ എങ്ങനെ ഗർഭത്തിലുള്ള ശിശുവിനെ സംരക്ഷിക്കുമോ അതുപോലെ അടുത്ത സൃഷ്ടി വരുന്നത് വരെ ഈ ജീവജാലങ്ങളെല്ലാം രക്ഷിക്കുന്നവൾ ദേവി എന്നാണ്. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. അത് മനസ്സിലാക്കണം. ദേവി എന്ന് പറഞ്ഞാൽ ദേവൻ ദേവി എന്ന് വ്യത്യാസമില്ല. ബ്രഹ്മം. ഗ്രന്ഥം ലളിതാ സഹസ്രമായതുകൊണ്ട് ഇവിടെ ദേവി 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 നമ്മൾ പറയുന്നു, അത്രയേ ഉള്ളൂ. വിശ്വഗ്രാസായ നമഃ. വിദ്രുമാവായ നമഃ. പവിഴത്തിന്റെ ശോഭയുള്ള ദേവിക്ക് നമസ്കാരം. പവിഴം വളരെ ചുമന്ന കളറിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പവിഴം. അതിന്റെ ശോഭയുള്ളവൾ എന്നുള്ളത് ഒരു വർണ്ണന, ദേവിയുടെ പ്രഭാവത്തെ കാണിക്കുന്ന അർത്ഥം. വൈഷ്ണവ്യേ നമഃ. വിഷ്ണുശക്തിയായ ദേവിക്ക് നമസ്കാരം. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപനാശീലമുള്ളവർ, അതാണ് വിഷ്ണു. വിഷ്ണു ശക്തി എന്ന് പറഞ്ഞാൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സ്വരൂപമാണ് ദേവി. ഇതെല്ലാം ആ പദത്തിന്റെ അർത്ഥം മാത്രം വെച്ചെടുക്കാൻ പറ്റില്ല. വിഷ്ണു എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു എന്ന് മാത്രമല്ല, വിഷ്ണു എന്ന് വാക്കിന് അർത്ഥം വ്യാപനാശീലമുള്ള, എങ്ങും നിറഞ്ഞിരിക്കുന്നത്. 3 എക്സാമ്പിൾ അല്ലേ ഓർമ്മ വരുന്നുണ്ടോ? കുണ്ടലത്തിലെ സ്വർണം, മുണ്ടിലെ നൂല്, കുടത്തിലെ മണ്ണ്. വരുമെങ്കിൽ ഉടനെ തൊട്ട് നോക്കിയാൽ മതി, ഡ്രസ്സിനെ തൊട്ട് നോക്കിയാൽ മതി, ഓർമ്മ വരും. ഈ വസ്ത്രത്തില് എവിടെയാണ് നൂലിരിക്കുന്നതെന്ന് നൂലില്ലാത്തൊരു സ്ഥലം ആർക്കും പറയാൻ സാധിക്കുകയില്ല. എന്താ വീണ്ടും ചിലപ്പോൾ മാത്രം വന്നവർ കാണും, അവർക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരൻ എങ്ങനെ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് 3 എക്സാമ്പിളാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന. ആര് ചോദിച്ചാലും കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് 3 ഉദാഹരണങ്ങൾ. ഒന്ന് മൺകുടത്തില് മണ്ണ്, കുണ്ടലത്തിൽ സ്വർണം, മുണ്ടില് നൂല്. കുണ്ടലത്തിൽ സ്വർണമില്ലാത്ത ഒരിടം കാണിക്കാൻ പറ്റില്ല. മൺകുടത്തിൽ മണ്ണില്ലാത്ത ഒരു സ്ഥലം കാണിക്കാൻ പറ്റില്ല. കുടം മുഴുവൻ മണ്ണാണ്. അതുപോലെ മുണ്ടിൽ നൂലില്ലാത്ത, മുണ്ടെന്ന് പറഞ്ഞാൽ വസ്ത്രം, അത് സിന്തറ്റിക് ആകട്ടെ കാട്ടണാകട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു നൂലിന്റെ ചേർത്തതാണല്ലോ വസ്ത്രം. നൂലില്ലാത്തൊരു സ്ഥലം വസ്ത്രത്തെ കാണിക്കാൻ സാധിക്കില്ല. അങ്ങനെ മുണ്ടിലെ നൂലും കുണ്ടലത്തിൽ സ്വർണവും കുടത്തിൽ മണ്ണും എങ്ങനെ നിറഞ്ഞിരിക്കുന്നു അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ് ഈശ്വര സ്വരൂപം. അതാണ് വിഷ്ണു. വിഷ്ണുരൂപിണ്യേന അയോന്യേന ഉപവസ്ഥാനമില്ലാത്തവർ. നമ്മളെല്ലാം യോനിജന്മരാണ്, ഒരു സ്ത്രീയോനിയിൽ നിന്ന് ജനിച്ചവരാണ് നമ്മളെല്ലാം. പക്ഷേ ദേവിയുടെ അമ്മ ആര്, പരമേശ്വരന്റെ അമ്മ ആര്? ഇവരെല്ലാം അയോനികർ, ജനിക്കാത്തവർ എന്നർത്ഥം. ശരിക്കും പറഞ്ഞാൽ എന്നുമുള്ള ശക്തി യോനി നിലയായ. പക്ഷേ ദേവി അയോനിയാണെങ്കിലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദേവി ആയതുകൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും യോനി നിലയായിരിക്കുന്നവർ ദേവി. അതാണ് അമ്മ, മാതാ എന്ന് പറയുന്ന കാര്യം. കൂടസ്ഥായിന ആവരണവുമായ അജ്ഞാനത്തെ നിയന്ത്രിക്കുന്ന ദേവിക്ക് നമസ്കാരം. ആവരണവുമായ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ മായ ലോകമാണ്, സത്യമാണ് എന്നുള്ള ആ ഒരു മായയുടെ ആവരണത്തിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്.
ശരിക്കും ഈ ലോകമൊന്നും സത്യമല്ല. കാരണം എന്താ? ഏത് വസ്തുവായാലും എല്ലാം, ഈ മൈക്കായാലും ശരി, സംസാരിക്കുന്ന ഞാനായാലും ശരി, പുസ്തകമായാലും ശരി, എല്ലാം ഒരു ദിവസം ഇല്ലാതാണ്. അതുകൊണ്ട് ഇത് സത്യമല്ല. ഈ ഉണർവാണ് നമുക്ക് വരേണ്ടത്. പക്ഷേ ആ ഉണർവില്ലാതെ എന്ന് നശിക്കും എന്ന് നമുക്ക് പറയുന്നുണ്ടോ? മഹാഭാരതത്തിലെ യക്ഷന്റെ 2 ചോദ്യം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അതിശയം എന്താണ്? ധർമ്മപുത്ര ചോദിക്കുന്നു. ഒരു ഡെഡ് ബോഡിയെ കാണുമ്പോൾ ഇതാണ് എന്റെയും അവസ്ഥ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരുത്തരും ചിന്തിക്കൂല. ഞാനും ഇതുപോലെ ഒരു ദിവസം കാല 2 കൂട്ടി കെട്ടി മുകളിൽ പഞ്ഞി വെച്ച് കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ, ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ അതിശയം. പുണ്യകർമ്മം എന്താണ്? ഒരു മരണം സംഭവിച്ചാൽ ആ മരണ വീട്ടിൽ പോയി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ധനം കൊണ്ടോ അവർക്ക് ആശ്വാസമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇതാണ് പുണ്യകർമ്മം. അവിടെ പോയി ഇതൊക്കെ ഉണ്ടാവും, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല, കുട്ടികളെ നോക്കണ്ടേ, അവരുടെ കാര്യം നോക്കണ്ടേ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന രീതിയിൽ വേണം നമ്മുടെ മരണാന്വേഷിക്കുന്ന വീട്ടിൽ പോകാൻ. അവിടെ പോയിട്ട് അയ്യോ പോയല്ലോ എന്ന് ചോദിക്കേണ്ട കാര്യം, പോയത് കൊണ്ടല്ലേ വന്നത്, പിന്നെ പോയല്ലോ എന്ന് ചോദ്യം എന്തിനാണ്? ഇത് ദുഃഖത്തിനെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുണ്യകർമ്മം എന്ന് ഒരു പുണ്യകർമ്മമാണ് അത്. അവിടെ പോകുമ്പോൾ നമ്മൾ പോകുന്നത് കൊണ്ടോ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടോ അവിടെ ഉള്ളവർക്ക് പ്രയോജനമുണ്ടാകണം, ഉപദ്രവമുണ്ടാകരുത്. ഇതാണ് വലിയ അതിശയം. എന്തുകൊണ്ട് ആ അതിശയം ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ നമുക്ക് തോന്നാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഇങ്ങനെ ഇരിക്കും എന്നുള്ള ചിന്ത. അതെങ്ങനെ വരുന്നു? മായ കൊണ്ട് വരുന്നു. ആ ചിന്തയാണ് അജ്ഞാനമാകുന്ന ആവരണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ആവരണത്തെ ഇല്ലാതാക്കുന്നവൾ ദേവി. അയോണ്യേനമ യോനിന്ദ്രയായ്മ കുലസ്ഥായേനമ കുലരൂപിണ്യേനമ കുലസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ബാഹ്യാചര പ്രധാനമായ കൗളമാർഗമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ കൗളമാർഗ സിദ്ധാന്തമൊന്നും ഇപ്പോഴില്ല, ഒരു കാലത്തുണ്ടായിരുന്നു. വീരഗോഷ്ഠി പ്രിയായ വീരസമൂഹത്തെ ഇഷ്ടപ്പെടുന്ന ദേവിക്ക് നമസ്കാരം. വീരൻ എവിടെയെല്ലാം കേൾക്കുന്നോ ഉടനെ മനസ്സിലാക്കണം, കാമക്രോധാദികളെ ജയിച്ചവൻ വീരൻ. വീരായ മഹാപരാക്രമശാലിയായ ദേവിക്ക് നമസ്കാരം. നൈഷ്കർമ്മ്യായ കർമ്മരഹിതയായ ദേവിക്ക് നമസ്കാരം. ദേവിക്ക് കർമ്മങ്ങളൊന്നും ഇല്ല, കർമ്മങ്ങളൊക്കെ സാധാരണ മനുഷ്യർ നമുക്കാണ്. നാദരൂപായ നാദരൂപിണിയായ ദേവിക്ക് നമസ്കാരം. നാദം ശബ്ദം എങ്ങനെ വരുന്നു നമ്മൾ നോക്കി, പര പ്രത്യക്ഷ രൂപ പശ്യന്തി പരദേവത അല്ലേ, ഓർക്കുന്നില്ലേ? ആ കുണ്ടലി ശക്തി, ആ പര, അത് വായുവിന്റെ സമ്മർദ്ദം വന്ന് നാഭി വരെ വരുമ്പോൾ അതിന് പശ്യന്തി, ഹൃദയം വരെ വരുമ്പോൾ മധ്യമ, കണ്ഠം വരെ വരുമ്പോൾ വൈകരി എന്ന അക്ഷര രൂപത്തിൽ പുറത്തു വരുന്നത്. ഈ 4 ഭാവമാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടായിട്ടാണ് അക്ഷരങ്ങൾ വരുന്നത്. അതാണ് നാദം. നാദം രൂപമായി ഇരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ പരാവും ദേവി തന്നെ, പശ്യന്തിയും ദേവി തന്നെ, മധ്യമ എന്നുള്ള രൂപം ദേവി തന്നെ, വൈകരിയും ദേവി തന്നെ. വിജ്ഞാനകരനായ വിജ്ഞാനം ലഭ്യമാകുന്ന ദേവിക്ക് നമസ്കാരം. ബ്രഹ്മസാക്ഷാത്കാരം നൽകുന്നവൾ ദേവി എന്നർത്ഥം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. എന്താണ് അറിവ്? ബ്രഹ്മമാണ് സത്യം എന്നുള്ള അറിവ്. ആ അറിവ് നൽകുന്നവൾ ദേവി. ദേവി എന്ന് പറഞ്ഞാൽ ഈശ്വരാരാധനയിലൂടെ മാത്രമേ ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ് നമ്മുടെ ഉള്ളിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ. വീണ്ടും വീണ്ടും വരാൻ ഈശ്വരാരാധന ചെയ്തുകൊണ്ടേയിരിക്കണം എന്നർത്ഥം. കല്യായ മംഗളരൂപമായ വാക്കാകുന്ന ദേവിക്ക് നമസ്കാരം. വിദഗ്ധായ അതിനിപുണനായ ദേവിക്ക് നമസ്കാരം. സൃഷ്ടി സംഹാരങ്ങളിൽ താല്പര്യമുള്ളവൾ. അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. എല്ലാത്തിലും ഉത്തമമായ ഒരു സാമർഥ്യമുള്ളവൾ ദേവി. ബൈന്ദവാസനായ ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. ആ ശ്രീചക്രത്തിന്റെ നടുവിലുള്ള ബിന്ദു, ആ ബിന്ദുവിൽ സ്ഥിതി നൃത്തമുണ്ട്. നമ്മുടെ സുഷുമ്നാനാഡിയുടെ ഇടയിലിരിക്കുന്ന മൂലാധാരമാകുന്ന ബിന്ദു, പരാ എന്നുള്ള ശക്തി ഉണ്ടല്ലോ, അത് ദേവി. അതാണ് പരാശക്തി തന്നെ പേര് വന്നത്. ആ പരാ എന്നുള്ള ശബ്ദമാണ് നേരത്തെ പറഞ്ഞ മാതിരി മധ്യമ വൈകരി, മധ്യമ പശ്യതി, മധ്യമ വൈകരി എന്ന് രൂപമായി വിളിയിരിക്കുന്നത്. തത്വാധികായക തത്വങ്ങൾക്കെല്ലാം അതീതമായവൾ ദേവി. തത്വമയീനമ പരമതത്വമായ ദേവിക്ക് നമസ്കാരം. തത്വം എന്ന് പറഞ്ഞാൽ പരമതത്വം എന്ന് പറഞ്ഞാൽ പരമസത്യം.
തത്വാധികായ നമഃ, തത്വമയേ നമഃ, തത്വമർത്ഥ സ്വരൂപിണ്യേ നമഃ. തത്വമർത്ഥം തത് ത്വം അസി, തത്വമസി, അത് നീ ആകുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയണല്ലോ, അതെന്താണ് ബ്രഹ്മം ചോദിച്ചാൽ നീ തന്നെ. ആര് ചോദിക്കുന്നു അവർ തന്നെ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെയാണ്. അതാണ് ശിവോഹം 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 എന്ന് പറയുന്നത്. അഹം ശിവം അഹം ശിവം എന്നാണ് അതിന്റെ പദം. ശിവോഹം 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 എന്ന് പാടും. ആ ഒരു ഭാവം വരുമ്പോൾ ഞാൻ വേറെ ദൈവം വേറെ എന്നുള്ള ഒരു ഉണർവ് ഇല്ലാതെ പോകും. ഞാനാണ് ദൈവം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നുള്ള ഭാവം അവിടെ ഇല്ലാതാവും. ഇതാണ് അതിന്റെ റൂട്ട്. ഞാൻ എന്നുള്ള ഭാവം ഉള്ളപ്പോഴല്ലേ നമുക്ക് ഞാൻ എൻ്റേത്, ഞാനുണ്ടെങ്കിലേ എൻ്റേത് വരുള്ളൂ. ഞാനേ ഇല്ല, അപ്പൊ എൻ്റേത് എന്നുള്ള ഭാവം അവിടെ ഇല്ല. അപ്പോൾ ഭഗവാൻ സത്യമായ വസ്തു എന്നുള്ള ഉണർവ് തത്വമർത്ഥ സ്വരൂപിണീയമാ തത്വമസി. സാമഗാനപ്രിയായ സാമഗാനത്തിൽ ഇഷ്ടപ്പെടുന്നവൾ. സാമഗാനം സാമം 3 വേദങ്ങൾ. സാമഗാനത്തിൽ നിന്നാണ് സംഗീതമേ വന്നത്. സാമഗാനത്തിൽ പ്രിയമുള്ളവൾ. സൗമ്യായ നമഃ, സൗമ്യയായ ദേവിക്ക് നമസ്കാരം. ദേഷ്യമേ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വരൂപം പറഞ്ഞാൽ ആ ഒരു സ്വഭാവ വിശേഷം നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തിയെടുക്കണം ഈശ്വരാരാധനയിലൂടെ. തീർച്ചയായിട്ടും വരും. ആ വിചാരം വരണം. ആദ്യം ആ സൗമ്യത എനിക്കുണ്ടാവണം. ദേവിയെപ്പോലെ എനിക്ക് സൗമ്യത ഉണ്ടാകണം. ദേവിയെപ്പോലെ എനിക്ക് ക്ഷമാശീലം ഉണ്ടാകണം. ദേവിയെപ്പോലെ എനിക്ക് ദ്വന്ദ്വഭേദങ്ങൾ ഉണ്ടാവരുത്. ദേവിക്ക് ദ്വന്ദ്വഭേദമില്ലല്ലോ. ഇങ്ങനെയുള്ള ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ആ സ്വരൂപമായി മാറും. ഇത് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഉയർച്ചയിൽ നമുക്ക് കൊണ്ടെത്തിക്കും. ആ സൗമ്യായ നമഃ. സദാശിവ കുടുംബിന്യേനമ. സദാശിവൻ പരമേശ്വരൻ, പരമേശ്വരന്റെ ഭാര്യ ആയതുകൊണ്ട് സദാശിവ കുടുംബിനി ഒരു പര്യായമാണ്. സവ്യാപസഭ മാർഗസ്ഥായ നമഃ. വലത്തും ഇടത്തുമായിരിക്കുന്ന മാർഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. വാമാചാരം ദക്ഷിണാചാരം എന്നർത്ഥം. വാമാചാരത്തിൽ വേദോക്തങ്ങളായ എല്ലാ കർമ്മങ്ങളും അതാണ് ദേവതകൾക്ക് പുറമെ ഇഷ്ടദേവതയെ കൂടി ചേർത്ത് ധ്യാനിക്കുന്നു. ദക്ഷിണാചാരത്തിൽ അതാത് കർമ്മ ദേവതകളെ മാറ്റി നിർത്തി ആ സ്ഥാനത്ത് ഇഷ്ടദേവതയെ മാത്രം സങ്കല്പിച്ച് ചെയ്യുന്നു. ഇതാണ് 2 മാർഗം. 2 മാർഗത്തിനുമുള്ളവൾ ദേവി നടത്താം. സർവാപത്വ നിവാരിണ്യേ നമഃ. എല്ലാ ആപത്തുകളെയും അകറ്റുന്നവൾ ദേവി. അത് ചൊല്ലും. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗം അമ്പായ. ദേവിയുടെ പാതാരബിന്ദ സ്മരണ കൊണ്ട് നമ്മുടെ ആപത്തുകളെല്ലാം ഇല്ലാതാകും. സ്വസ്ഥായേ നമഃ. സ്വാത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ ദേവി. സ്വഭാവം മധുരായ നമഃ. മധുരമായ സ്വഭാവമുള്ളവൾ ദേവി. മധുരമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും ഒരു വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്തവൾ ദേവി. ദേവി നിന്ദിച്ചവർ പോലും ദേവിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അനുഗ്രഹിക്കേ ഉള്ളൂ. കാരണം എന്താ? ആ ദേവിയെ നിന്ദിക്കുന്നവന്റെ ഉള്ളിൽ ഇരിക്കുന്നതും ദേവി തന്നെയല്ലേ. എന്തുകൊണ്ട് നിന്ദിക്കുന്നത്? അവന്റെ പാപത്തിന്റെ ഫലം. ആ നിന്ദ വരുമ്പോൾ അതിന്റെ ഫലം അവൻ അനുഭവിക്കണം. പാപത്തിന്റെ ഫലം അനുഭവിക്കാനാണ് ആ നിന്ദ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നിന്ദിക്കുന്നവരെ പോലും രക്ഷിക്കുന്നത് ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈശ്വര സ്വരൂപത്തിന്റെ പ്രത്യേകത. സ്വസ്ഥായ നമഃ. സ്വഭാവ മധുരായ നമഃ. ധീരായ നമഃ. ജ്ഞാനശക്തിയാകുന്ന ദേവിക്ക് നമസ്കാരം. അദ്വൈത ജ്ഞാനം നൽകുന്നവൾ. അദ്വൈതം എന്ന് പറഞ്ഞാൽ 2 ഒന്നില്ല, 1 ഉള്ളൂ എന്നുള്ളതാണ് അദ്വൈത ജ്ഞാനം. ധീരസമർച്ചിതായ നമഃ. ജ്ഞാനികളാൽ ആരാധിക്കപ്പെട്ടവൾ ദേവി. ചൈതന്യാർത്ഥ സമാരാധ്യായ നമഃ. ചൈതന്യമാകുന്ന അർഘ്യത്താൽ ആരാധിക്കപ്പെട്ടവൾ. ആത്മാവിനെ ചൈതന്യമായി ശുദ്ധബോധമായി കണ്ട് ധ്യാനിപ്പിച്ചുറപ്പിക്കണം. അതാണ് ആരാധന. പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നത് ഈശ്വര സ്വരൂപമാണ് എന്നുള്ള ഉണർവോടുകൂടി ചൈതന്യ കുസുമപ്രിയായ നമഃ. ചൈതന്യ പുഷ്പം. അതെന്താണ് അങ്ങനെ ഒരു പുഷ്പം? അഹിംസ, ദമം, ദയ. അഹിംസ, ദമം, ദയ, കാരുണ്യം, ജ്ഞാനം, തപസ്, സത്യം, സമാധി. ഇതിനെയാണ് ചൈതന്യ പുഷ്പം എന്ന് പറയുന്നത്. ഇതിൽ ആഗ്രഹിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ ഈ വക സ്വഭാവ വിശേഷത്തോടു കൂടി ഈശ്വരിയെ മുഴുവനായി മനസ്സിലാക്കാൻ സാധിക്കുന്ന പറഞ്ഞാൽ
ബ്രഹ്മത്തിന്റെ ജ്ഞാനം വന്ന് മോക്ഷം ലഭിക്കും. സംഭവം അവിടെ തന്നെ വരണം, വേറെ എവിടെയും പോകാനില്ല. അഹിംസ നമുക്കറിയാം, ദമം മനസ്സിനെ നിയന്ത്രിക്കുന്നത്, ദയ കരുണ എല്ലാത്തിലുള്ള, കാരുണ്യം അക്കരുണ കാണിക്കുന്ന സ്വഭാവം, ജ്ഞാനം ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ്, തപസ് നിഷ്ഠ, എന്ത് വന്നാലും അത് നമ്മൾ ചെയ്തിരിക്കും, നിഷ്ഠ, സത്യം ഉള്ളത് മാത്രമേ സത്യം മാത്രമേ പറയാവൂ. ആരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി കള്ളം പറയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. യഥാർത്ഥവാദി ബഹുജന വിരോധി എന്നൊരു വാക്ക് തന്നെ ഉണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പറയേണ്ടത് സത്യമാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കണം. സമാധി എന്നുള്ളത് ഇവ ബ്രഹ്മൈക്യം. ഈ 8മാണ് ചൈതന്യ പുഷ്പം എന്ന് പറയുന്നത്. സദോദിതായി എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നമസ്കാരം. സജ്ജന ഹൃദയങ്ങളിൽ സദാ പ്രകാശിക്കുന്നവൾ എന്നർത്ഥമാണ്. സദാ ദുഃഖായി എപ്പോഴും പ്രസന്നയായിരിക്കുന്നവൾ ദേവി. അവിടെ ദേവി കോപം എന്ന് പറഞ്ഞിട്ട് അർത്ഥമുണ്ട്. എപ്പോ നോക്കിയാലും ആ വിഗ്രഹം നോക്കിയാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഉള്ളൂ. ഒരു സ്ഥലത്തും ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു കോപമോ ഒന്നും കാണിക്കുന്ന ഒരു രൂപമായിട്ട് ഒരു ദേവി വിഗ്രഹമോ ഒരു പടമോ നമ്മൾ ഇതുവരെ ആരും വരച്ചിട്ടുമില്ല, ആരും കണ്ടിട്ടുമില്ല. പ്രസന്ന വദനം ധ്യായേ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് തന്നെ. അത് ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമ്മൾ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ആ ധ്യാനം വന്ന് വരുമ്പോൾ നമ്മുടെ മുഖം അതുപോലെ പ്രസന്ന വദനനായി ഇരിക്കണം. താല്പര്യം എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കണം. പറയുന്നത് വളരെ എളുപ്പം, പ്രാക്ടിക്കലായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരാൾ നമ്മൾ ചീത്ത വിളിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാതെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതൊക്കെ വളരെ ഉയർന്ന ചിന്തയാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ആരാധനയിലൂടെ ബ്രഹ്മമാണ് സത്യം എന്ന ഉണർവ് വന്നാൽ, ഈശ്വരിയാണ് സത്യം എന്ന ഉണർവ് വന്നാൽ, നമുക്ക് വരുന്ന ദുഃഖങ്ങളോ കഷ്ടങ്ങളോ എന്റെ പാപത്തിന്റെ ഫലമാണെന്നുള്ള ഉണർവ് വന്നാൽ, അപ്പൊ നമ്മൾ ആരോടും പ്രത്യേകിച്ചൊരു ദേഷ്യമോ ഇതിന് കാരണമാണെന്ന് തോന്നേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഒരാളുടെ പ്രവൃത്തി കൊണ്ടായിരിക്കാം നമുക്ക് ദുഃഖങ്ങൾ വരുന്നത്, കഷ്ടങ്ങൾ വരുന്നത്, ഇല്ലെന്ന് പറയുന്നില്ല. അയാൾ ഒരു ഉപാധിയാണ്, ഒരു നിമിത്തം. അയാൾ മുഖേന അത് വന്നേ പറ്റൂ, അല്ലാതെ അവരതിന് റെസ്പോൺസിബിൾ അല്ല. അന്ധവിശ്വാസമാണ്. ഒരു ജീവൻ ജനിക്കുമ്പോൾ തന്നെ അതിന് മരണം എന്നുള്ളത് എഴുതി വെച്ചതാണ്. അതല്ലാതെ ചില നക്ഷത്രത്തിലെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വന്നാൽ ഉടനെ അച്ഛൻ മരിച്ചു പോകും, അമ്മ മരിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ മലയാള സമ്പ്രദായത്തിലേക്ക് നടക്കുക, ഞങ്ങളുടെ സമ്പ്രദായത്തിലേക്ക് മൂലനക്ഷത്രത്തിലും പെൺകുട്ടി വന്നാൽ അമ്മായിയപ്പൻ മരിച്ചു പോകും. പല സ്ഥലങ്ങളിൽ അങ്ങനെ ഇവിടെ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് കോയിൻസിഡൻസ് ആണ്. ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ നക്ഷത്രമോ ഒരു പെൺകുട്ടി കുടുംബത്തിൽ വരുന്നതോ ഒരാളുടെ മരണത്തിന് കാരണമാവില്ല. ഈ പെൺകുട്ടി വന്നില്ലെങ്കിലും അയാൾ മരിക്കും. കാരണം ഡേറ്റ് അവിടെ എഴുതിയിട്ടല്ലേ വിടുന്നത്. എന്തിന് നമ്മൾ കഴിക്കുന്ന മരുന്നിന് പോലും അടിച്ചല്ലേ വിടുന്നത്, ഡേറ്റ് ഓഫ് എക്സ്പയറി അല്ലേ? അപ്പോ ഈ ശരീരത്തിനും ഡേറ്റ് ഓഫ് എക്സ്പയറി അടിച്ചാൽ വിടുന്നതാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ കുപ്പി തിരിച്ചു നോക്കി കണ്ടുപിടിക്കുന്നു, എത്ര തിരിച്ചാലും കണ്ടുപിടിക്കില്ല. കണ്ടുപിടിച്ചാൽ പിന്നെ ഈശ്വരനെക്കാളും വലുതായി പോകും. അതുകൊണ്ടല്ലേ എത്ര സയൻസ് പുരോഗമിച്ചാലും എന്താ പറയുന്നത്, 24 മണിക്കൂർ കഴിഞ്ഞ് പറയാം. അതെന്താ 24 മണിക്കൂർ ഈ പൾസിനെ നോക്കിയിട്ട്, ഹാർട്ടിന്റെ ബീറ്റ് നോക്കിയിട്ട് ഇത് 342 പ്രാവശ്യം അടിക്കും, 7 മണി 13 മിനിറ്റിൽ പ്രാണം പോകുന്ന പറയാത്തത് പറയാൻ സാധിക്കില്ല. സയൻസ് വളർന്നാലും അത് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ ഈശ്വര വിചാരത്തിൽ ഇരിക്കുന്നവൻ ഒരു കഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപത്തിന്റെ ഫലമാണ് എന്നുള്ള ചിന്ത അവനിൽ വരണം. അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ ദുഃഖത്തെ നേരിടാനുള്ള ഒരു പ്രവണത നമ്മുടെ മനസ്സിലുണ്ടാകും. എന്റെ വിധി തൊട്ടെ സമാധാനിക്കണം. അങ്ങനെ വരുമ്പോൾ ദുഃഖം അവിടെ വലുതായിട്ട് വരില്ല. ഈ ചിന്ത വളർന്ന് വന്നാൽ മാത്രമേ സദാ പ്രസന്നവദനായി ഇരിക്കാൻ സാധിക്കുള്ളൂ. താല്പര്യം അത് നൽകുന്നവൾ ദേവി. ഈശ്വര വിചാരത്തിൽ ഇരിക്കുന്നവൻ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, എന്തെല്ലാം നമുക്ക് സുഖമായിട്ട് കിട്ടുന്നു അതെല്ലാം നമ്മുടെ പുണ്യത്തിന്റെ ഫലം. എന്തെല്ലാം നമുക്ക്
ബുദ്ധിമുട്ടായി വരുന്നു. പണക്കഷ്ടമായാലും നഷ്ടമായാലും പ്രയാസമായാലും അസുഖമായാലും ഇതെല്ലാം പാപത്തിന്റെ ഫലം. അത് വരുമ്പോൾ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിച്ച് അനുഭവിച്ച് തീർത്തേക്കണം. നേരത്തെ പറഞ്ഞു ഋണമോചിന്യേ നമഃ. കടമാണ് പാപത്തിന്റെ ഫലം, കടമാണ്. കടമടങ്ങി തീർക്കണം. ആ തീർന്നാൽ മാത്രമേ നമ്മൾ അതിൽ നിന്ന് മുക്തനാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ കടമടയ്ക്കാൻ വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കഷ്ടങ്ങളെല്ലാം നമ്മുടെ പാപത്തിന്റെ ഫലമാണെന്ന് വന്നാൽ ആ മനസ്സ് നല്ല മനസ്സായിട്ട് മാറും. അങ്ങനെ എപ്പോഴും പ്രസന്നവതനായിരിക്കുന്നവളാണ് ദേവി. സദാപുഷ്ടായ നമഃ. കരുണാദിത്യ പാടലായ നമഃ. ആദിത്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ, കരുണാദിത്യം എന്ന് പറഞ്ഞാൽ ഉദിച്ചു വരുന്ന സൂര്യൻ. ഉദിച്ചു വരുന്ന സൂര്യൻ എങ്ങനെ ചുവന്ന കളറിൽ എങ്ങനെ ഇരിക്കുമല്ലേ, അതുപോലുള്ള നിറത്തോട് കൂടിയവൾ ദേവി. ദക്ഷിണാരാധ്യായ നമഃ. ജ്ഞാനികളാലും അജ്ഞാനികളാലും ആരാധ്യായ ദേവിക്ക് നമസ്കാരം. ദക്ഷിണമാർഗത്തിൽ ചരിക്കുന്നവരും വാമമാർഗത്തിൽ ചരിക്കുന്നവരുമായി ആരാധിക്കപ്പെട്ടവൾ. ധരസ്മേര മുഖാംബുജായ നമഃ. മന്ദഹാസമധുരമായ മുഖാംബുജത്തോട് കൂടിയവൾ. ശംഖു പോലെ വെളുത്ത മുഖമെന്നും പ്രളയത്തിൽ ജീവികളെയെല്ലാം ഭയാഭീതരാക്കി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖമെന്നും ഭക്തന്മാരെ പുഞ്ചിരിയോടുകൂടി രക്ഷിക്കുന്നവൾ എന്നെല്ലാം ഇതിനർത്ഥമുണ്ട്. കൗലിന്യേനുമ. കൗളമാർഗത്തിൽ താല്പര്യമുള്ളവൾ. അനർഘ കൈവല്യ പദദായികേ നമഃ. വിലയേറ്റ കൈവല്യ പദം നൽകുന്നവൾ. വിലയേറ്റ കൈവല്യ പദം മോക്ഷം. അതിനൊരു വില കൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നർത്ഥം. കൈവല്യം എന്ന് പറഞ്ഞാൽ മോക്ഷം. സ്തോത്രപ്രിയായ നമഃ. സ്തോത്രപ്രിയാണ് ദേവി. സ്തുതിമത്യേ നമഃ. സ്തുതിക്കപ്പെട്ടവൾ. ആരെ സ്തുതിച്ചാലാണോ ഐശ്വര്യവും ജ്ഞാനവും കൈവരുന്നത് അങ്ങനെയുള്ളവൾ ദേവി. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകണം. ഉണ്ടായാൽ മാത്രം പോരാ, അനുഭവിക്കാനുള്ള ആയസ്, ആരോഗ്യം, അവസരം, ഇത് മൂന്നും കിട്ടണം. എങ്കിലേ പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ പ്രയോജനമുള്ളൂ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഐശ്വര്യം. അത് കൊടുക്കുന്നവൾ ദേവി. ആരെ സ്തുതിച്ചാൽ ഐശ്വര്യം കിട്ടുമോ ആ ദേവിയാണ് ഇവിടെ പറയുന്നത്. ശ്രീമത്യേ നമഃ. ശ്രീ സംസ്കൃത വൈഭവായ നമഃ. വേദങ്ങൾ പുകഴ്ത്തുന്ന മഹിമയോട് കൂടിയവൾ ദേവി. വേദം എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്ന് പറയുന്നത് വേദം. മനസ്വിന്യേ നമഃ. ഉദാരവും സ്വതന്ത്രവുമായ ബുദ്ധിയോട് കൂടിയവൾ. മാനവത്യേ നമഃ. ശ്രേഷ്ഠമായ അഭിമാനത്തോട് കൂടിയവൾ. മഹേശ്വര്യേ നമഃ. മഹേശ്വരായ ദേവിക്ക് നമസ്കാരം. മംഗളകൃത്യേ നമഃ. മംഗളസ്വരൂപിണിയാണ് ദേവി. മംഗളം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ മംഗളം ഉണ്ടാകട്ടെ, നല്ല ആഗ്രഹിക്കുന്നു, എല്ലാം നന്നായി വരട്ടെ, എല്ലാം നല്ലതായി ഭവിക്കട്ടെ. വിശ്വമാത്രേ നമഃ. വിശ്വജനനിയായ ദേവിക്ക് നമസ്കാരം. ജഗത്തിനെ ധരിക്കുന്നവൾ ദേവി. ഈ ജഗത്തിന് ആശ്രയമായിരിക്കുന്നവൾ ദേവി. ധാത്രിയെ പോലെ ജഗത്തിനെ പാലിക്കുന്ന ധാത്രി എന്ന് പറഞ്ഞാൽ ഭൂമി. ഭൂമിയായിരിക്കുന്നതും ദേവി തന്നെ. പഞ്ചഭൂതങ്ങളുടെ ഈശ്വരിയല്ലേ ദേവി. പഞ്ചഭൂതേശ്വരി വരുന്നുണ്ട്, അടുത്ത പദത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാമായവൾ അർത്ഥം. വിശ്വമാത്രേ നമഃ. ജഗദ്ധാത്രേ നമഃ. വിശാലാക്ഷി നമഃ. വിശാലമായ നേത്രങ്ങളുള്ളവൾ ദേവി. വിശാലാക്ഷി, എങ്ങും നിറഞ്ഞിരിക്കുന്നു താല്പര്യം. വിരാഗിന്യേ നമഃ. ആസക്തി ഇല്ലാത്തവൾ ദേവി. ആസക്തി ആർക്കാണ്? നമുക്കാണ്. ദേവിക്ക് ഒരു ആസക്തിയും ഇല്ല. ഓണം വരുന്നു, എവിടെ പോയി സാരി എടുക്കണമെന്ന ചിന്തയൊന്നും ദേവിക്കില്ല. ഈ ആസക്തിയൊക്കെ മനുഷ്യർക്കാണ്. എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ ആസക്തി ഉള്ളിടത്തോളം കാലം പുനരഭി ജനനം, പുനരഭി മനനം, പുനരഭി ജനനി ജഡരേ ശയനം, യാതൊരു മാറ്റവും അതുണ്ടായിക്കൊണ്ടേയിരിക്കും. ആസക്തി ഇല്ലാത്തവൾ ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആസക്തി കുറഞ്ഞു കുറഞ്ഞു. എന്നാൽ ഈ ഓണക്കോടി എടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. പക്ഷെ ആസക്തി കുറഞ്ഞു 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 വരണം. എസ്പെഷ്യലി ഒരു 60-70 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് കുറഞ്ഞു വന്നാൽ മാത്രമേ ഈശ്വരനോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. വിരാജിന്യേ നമഃ. പ്രഗൽഭായ നമഃ. പ്രപഞ്ചകാര്യങ്ങളിൽ ശക്തിയും സാമർഥ്യവും ഉള്ളവൾ. പരമോദ്ധാരായ നമഃ. അത്യന്തം ഉദാരമായ ദേവിക്ക് നമസ്കാരം. ദേവിയുടെ മഹത്വം, ശ്രേഷ്ഠത, കാരുണ്യം ഇതിനെയാണ് അവിടെ ഉദാഹരണം കാണിക്കുന്നത്. പരാമോദായ നമഃ.
പരമാനന്ദ സ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. പരമാനന്ദ സ്വരൂപിണി, അതിനേക്കാളും വലുത് ഒന്നും ഇല്ല. മോക്ഷം എന്ന് പറഞ്ഞ ആനന്ദത്തെ കൊടുക്കുന്നവൻ നടത്തും. പരമാനന്ദ സ്വരൂപിയായ ദേവിയുടെ പ്രഭാവത്തെ വർണ്ണിക്കുന്ന പദങ്ങൾ ഇനിയും 60 പദമുണ്ട്. അത് നാളെ നമുക്ക് നോക്കാം. നാളെ യജ്ഞത്തിൻ്റെ അവസാന ദിവസമാണ്. നാളെ ഈ പദം കഴിഞ്ഞാൽ മാക്സിമം നാളെ എല്ലാവരും വരണം. കാരണം അവസാന ദിവസം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജനറലായിട്ടുള്ളത് പറയാനുള്ള ഒരു സന്ദർഭമാണത്. നേരത്തെ ഞാൻ പറഞ്ഞു, വിഹിതം അഹിതം വാ സർവമേത ക്ഷമസ്വ എലവേ കരുണാന്തേ ശ്രീ മഹാദേവ ശംഭോ. വിഹിതം അവിഹിതം, ഡു ഡോണ്ട്. നമ്മൾ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് 2ആയി മടക്കി നമ്മൾ എന്തെല്ലാം ചെയ്തു രാവിലെ മുതൽ ഇതുവരെ എന്നുള്ളത് എഴുതിയിട്ട് ഇത് ചെയ്യേണ്ടതാണോ ചെയ്യാൻ പാടില്ലാത്തതാണോ എന്നൊരു ക്ലാസിഫിക്കേഷൻ വെച്ച് എഴുതിയാൽ ചെയ്യാൻ പാടില്ലാത്ത പേജായിരിക്കും കൂടുതൽ വരുന്നത്. എന്താ ഉപദ്രവം എന്ന് ചോദിച്ചാൽ, ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും പാപം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താലും പാപം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഈ വക കാര്യങ്ങളെല്ലാം നാളത്തെ പ്രഭാഷണത്തിൽ വരും. അമ്പലത്തിൽ വരുന്നതും അമ്പലത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും വീട്ടിലെ പൂജാമുറിയിൽ നമ്മൾ ചെയ്യുന്നതും ഇതെല്ലാം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം ഇരിക്കുന്നതിനേക്കാളും കൂടുതലായ ഒരു സന്തോഷവും സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും നമുക്ക് ഉണ്ടാകും. താല്പര്യം ഏതൊരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമല്ലോ. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ല, മാറി ചെയ്യുന്ന അറിഞ്ഞത് കൊണ്ടാണ് നമുക്ക് മന്ത്രത്തിൽ പറഞ്ഞത് കരചരണകൃതം വാ കായികം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം. കർണം കൊണ്ടോ കൈകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ചെവി കൊണ്ടോ. ചെവി കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആരും ഒരു അബദ്ധ ശബ്ദവും ഞാൻ പറയില്ല എന്ന് പറയുന്നു. പക്ഷെ ആരോ 2 പേര് അബദ്ധ ശബ്ദം പറഞ്ഞാൽ നമ്മുടെ ചെവിയിൽ കേൾക്കുന്നില്ലേ, അത് പാപം തന്നെയാണ്. പഞ്ചമഹാപാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് 4 പാപങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 5ാമത്തെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ 4 പാപവും ചെയ്തവനുമായിട്ടുള്ള സംസർഗം, അതാണ് പാപം. മദ്യപാനം പാടില്ല, ഞാൻ മദ്യപിക്കില്ല, സമ്മതിച്ചു. പക്ഷെ മദ്യപാനം ചെയ്ത ഒരുത്തന്റെ അടുത്ത് പോയി നിന്ന് അവൻ വിശ്വസിക്കുന്ന ശ്വാസം നമ്മുടെ മൂക്കിൽ വന്നാൽ നമ്മൾ മദ്യപാനം ചെയ്തതിന് തുല്യം എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ വളരെ പ്രയാസമാണ്, ആട്ടോയിലേക്ക് കയറാൻ പറ്റൂല അല്ലേ. കലറമണ ക്ഷേത്രത്തിൽ പോവാണ്, ആട്ടോയിൽ കയറി എവിടെ പോകണമെന്ന് വെച്ചാൽ അവൻ നല്ല അടിച്ചവനാണെങ്കിൽ ആ മണം നമ്മുടെ മൂക്കിൽ വരികയുള്ളൂ. പാപം അവിടെ വന്നു കഴിഞ്ഞു. അതാണ് നമ്മൾ അറിയാനോ അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾ. അതാണ് ശ്രവണയനജംബ മാനസംബ അപരാധം. ഇങ്ങനെ ചെയ്യുന്ന അപരാധങ്ങളെല്ലാം പുറത്ത് എന്നെ രക്ഷിക്കണം. കാരണം വിഹിതവും അവിഹിതവുമായ കാര്യങ്ങൾ ഞാൻ ഒരുപാട് ചെയ്യുന്നു, അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കണം എന്നാണ് പദം. ഒരു പരിധി വരെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു 5-6 കാര്യങ്ങൾ നോക്കാം. വിഹിതം എന്താണ്, അവിഹിതം എന്താണെന്നുള്ളത് നാളെ. അത് കഴിഞ്ഞ് യജ്ഞദക്ഷിണ ഇവിടെ നൽകും. സാധാരണ ഒരു യജ്ഞം കഴിഞ്ഞു കഴിഞ്ഞാൽ ആചാര്യന് ദക്ഷിണ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഇതെല്ലാം സമ്പ്രദായം, ആരുടെ നിർബന്ധിക്കുന്നില്ല. ആർക്കെല്ലാം താല്പര്യമുണ്ടോ അവർക്ക് ദക്ഷിണ നൽകാം. അതോടുകൂടി നമ്മുടെ പ്രഭാഷണ പരമ്പര ഇവിടെ പൂർത്തിയാകും. 17-ാം തീയതി രക്ഷാർച്ചന, വളരെ പ്രാധാന്യമുള്ള ഈ യജ്ഞത്തിൻ്റെ അവസാനത്തെ ഒരു കാര്യമാണ്. അതിന് കുറഞ്ഞത് ഒരു 50 പേരെങ്കിലും വേണം, എങ്കിലും 2 ആവർത്തിയിൽ അർച്ചന ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തറയിലിരിക്കാൻ പറ്റാത്തവർ കസേരയിലിരിക്കാനുള്ള സംവിധാനം അവർ ചെയ്യുന്നുണ്ട്. ഇത് മാക്സിമം വരണം. ഇപ്പം നമ്മൾ വായിച്ചില്ലേ, ഈ ഓരോ പദവും പറഞ്ഞാണ് നമ്മൾ അർച്ചിക്കുന്നത്. വളരെ പുണ്യകരം. നമ്മളെ കൊണ്ട് ഒരു ലക്ഷാർച്ചനയൊന്നും ഒരാളെ കൊണ്ട് നടത്താൻ സാധിക്കില്ല. ഇതുപോലൊരു അമ്പലത്തെ ഏർപ്പാടാക്കിയാൽ നമുക്ക് അതിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരും കൂടി വന്ന് ആ ലക്ഷാർച്ചനയെ നടത്തി നമുക്ക് ഈ യജ്ഞത്തെ പരിപൂർണമായി സമാപിച്ചുകൊണ്ട് കലറമുടൻ ദേവിയുടെ അനുഗ്രഹം നമുക്ക് പരിപൂർണമായി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇത് കഴിഞ്ഞ ഉടനെ ലഘുഭക്ഷണമുണ്ട്. പലരും കഴിക്കാതെ പോകുന്നതായിട്ട് ആ അമ്പലത്തിൽ അവർക്കൊരു പ്രയാസം. ദേവിയിൽ എല്ലാവരും അത് കഴിച്ചിട്ട് പോകണം. കാരണം അവരെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ലഘുഭക്ഷണവും കഴിച്ച് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് സന്തോഷത്തോടെ പോയി നാളെ വീണ്ടും പ്രഭാഷണത്തിൽ എല്ലാവരും വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു മിനിറ്റ് നമ്മൾ ലോകക്ഷേമാർത്ഥം ധ്യാനം.
ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. സർവമംഗളമാംഗല്യേ ശിവേ